ഹായ് സ്റ്റുഡൻസ്, സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജി ചാപ്റ്റർ 1 ലൈഫ് പ്രോസസ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കണം അതെന്ന് നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ 4 പാർട്സാണ് പഠിക്കാനുള്ളത്: ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത് ഭയങ്കര ഷോർട്ടായിട്ട് CBSE അതേപോലെ അനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കാൻ പോണേ. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ എന്താണ് ലൈഫ് പ്രോസസ്? നമ്മുടെ ചാപ്റ്റർ നെയിം തന്നെയാണ് ലൈഫ് പ്രോസസ്. എന്താണ് ഈ ലൈഫ് പ്രോസസ് നോക്കാം. ലൈഫ് പ്രോസസ് എന്ന് വെച്ചാൽ all the basic and essential activities performed by a living organism, to sustain and maintain life. നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഓർഗാനിസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണ് ലൈഫ് പ്രോസസ്സ്. ഫോർ ലൈഫ് പ്രോസസ്സസ്, 4 ലൈഫ് പ്രോസസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്: ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. ഈ 4 പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോണത്. അപ്പൊ അത് തന്നെ മനസ്സിലാക്കിയല്ല, വാട്ട് ഇസ് ലൈഫ് പ്രോസസ് എന്ന് മനസ്സിലാക്കിയല്ല. ഇനി അടുത്താണ് ഫസ്റ്റ് ടോപ്പിക്, ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, എന്താണ് ന്യൂട്രീഷൻ നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഇസ് കോൾഡ് ന്യൂട്രീഷൻ. ഒരു ഓർഗാനിസം അതിന്റെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നതും അതിനെ യൂട്ടിലൈസ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷൻ തന്നെ കുറച്ച് ടൈപ്സ് ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ന്യൂട്രീഷൻ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ദ പ്രോസസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഇസ് കോൾഡ് ന്യൂട്രീഷൻ. ടെക്സ്റ്റ് നോക്കി അതിനനുസരിച്ച് നോക്കി പോകാം. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പോയിന്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻ മനസ്സിലായിരിക്കണം. ഒന്നുമില്ല, ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസം ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുക, അതിനെ യൂട്ടിലൈസ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയണേ. ഇനി കമ്പോണൻസ് ഓഫ് ഫുഡ് എന്താണെന്ന് അങ്ങനൊന്നും ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫുഡിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ഉണ്ട്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും ആണ്. ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ ടൈപ്സ് ഏതൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെട്രോട്രോഫിക്കും ഉണ്ട്. എന്താണ് ഈ ഓട്ടോട്രോഫിക്, എന്താണ് ഈ ഹെട്രോട്രോഫിക് നോക്കാം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ് ഇസ് എ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് യൂസിങ് സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഇതൊരു ന്യൂട്രീഷണൽ പ്രോസസ് തന്നെയാണ്. ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഇൻ വിച്ച് ഓർഗാനിസംസ് അവർ സ്വന്തം അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഈ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഇതെല്ലാം ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ആ ഒരു പ്രസൻസിൽ വെച്ച് ഈ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആയ കാർബൺ ഡയോക്സൈഡ് ആയ വാട്ടറും കൊണ്ട് സ്വന്തം ഫുഡ് ഉണ്ടാക്കണേനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ, പ്ലാന്റ്സിലൊക്കെ അവർ സ്വന്തമാണ് ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം. ഓക്കെ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ മനസ്സിലായല്ലോ. ഓർഗാനിസം സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അടുത്താണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസ് ഓഫ് 2 ടൈപ്സ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷന്റെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ച് ആ ഒരു ഡെഫിനിഷൻ വായിച്ചാൽ തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാവും എന്ത് സംഭവം എന്ന്. ഇനി ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ കീമോസിന്തസിനെയും ഫോട്ടോസിന്തസിനെയും പറ്റി പഠിക്കാം. എന്താണ് കീമോസിന്തസിസ് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഫോട്ടോസിന്തസിസ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടു വരുന്നതാണ്. പണ്ട് തൊട്ടേ എന്ന് പറയുമ്പോൾ 7th-ലും 6th-ലും 8th-ലും 9th-ലും എല്ലാം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ എന്നാലും ആർക്കും ഓർമ്മയുണ്ടാവൂല. ഫോട്ടോസിന്തസിന്റെ കറക്റ്റ് എക്സാമ്പിൾ, കറക്റ്റ് ഡെഫിനിഷനും ഇതിന്റെ കറക്റ്റ് പോയിന്റ്സ് എന്താന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ് കീമോസിന്തസിസ്? നമ്മ ന്യൂട്രീഷൻ എന്താന്ന് പഠിച്ച്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ചത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഓർഗാനിസം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ, അതുകൊണ്ട് ഫുഡ് സ്വന്തം ഉണ്ടാക്കണേനെയാണ് എന്ത് പറയുന്നത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ്. ഇനി ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? കീമോസിന്തസിസും ഫോട്ടോസിന്തസിസും. സോ എന്താണ് കീമോസിന്തസിസ്? A type of autotrophic nutrition in which organisms prepare their own food by utilizing chemical energy. So autotrophic nutrition in which organisms prepare their own food. ഈ ഒരു കേസിൽ അവർ സ്വന്തമാണ് പ്രിപ്പയർ ചെയ്യണേ, പക്ഷെ ബൈ യൂട്ടിലൈസിങ് കെമിക്കൽ എനർജി. അവർ കെമിക്കൽ എനർജി യൂട്ടിലൈസ് ചെയ്താണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ പർപ്പിൾ സൾഫർ ബാക്ടീരിയ. അടുത്താണ് ഫോട്ടോസിന്തസിസ്.
A type of autotrophic nutrition is organisms prepare their own food by utilizing light energy. So chemosynthesis എന്താണെന്ന് മനസ്സിലായല്ല, സെയിം സാധനം എന്ത് ന്യൂട്രീഷൻ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നാണ് പഠിച്ചത്. അതിൽ പറയുന്നുണ്ട് അവർ സ്വന്തം ഉണ്ടാക്കണമെന്നല്ലേ. കീമോസിന്തസിസിലും ഫുഡ് സ്വന്തം തന്നെ ഉണ്ടാക്കണേ, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലെ ബൈ യൂട്ടിലൈസിങ് കെമിക്കൽ എനർജി. അത്രയുള്ളൂ കീമോസിന്തസിസ്. ഇനി കീമോസിന്തസിസ് പോലെ തന്നെ ഫോട്ടോസിന്തസിസ് ഉണ്ട്. A type of phototrophic nutrition in which organisms prepare their own food by utilizing light energy. മറ്റേ കീമോസിന്തസിസിൽ കെമിക്കൽ എനർജി ആണെന്ന്, ഇതിൽ സെയിം ഡെഫിനിഷൻ തന്നെ, പക്ഷേ ഇതിൽ ലൈറ്റ് എനർജി യൂസ് ചെയ്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്, സൈനോബാക്ടീരിയ, ആൽഗെ, യൂഗ്ലീന എക്സെട്ര. ഇനി അപ്പൊ നമ്മൾ ഓട്ടോട്രോഫിക് എന്നാന്ന് പഠിച്ച്, ഇനി ടൈപ്സ് പഠിച്ച്. 2 ടൈപ്സ് ഉണ്ട്, കീമോസിന്തസിസും ഫോട്ടോസിന്തസിസും ഉണ്ട്, അതും പഠിച്ച്. ഇനി അടുത്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എന്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. It is a mode of nutrition in which organisms depend upon other organisms, plants or animals, plants ആയാലും animals ആയാലും, for their food because they cannot prepare their own food. So ഇതൊരു ന്യൂട്രീഷൻ ഒരു മോഡാണ് in which ഈ ഒരു ഓർഗാനിസത്തിന് അവർക്ക് അവരുടെ സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ അവർ വേറെ ഓർഗാനിസത്തിന് ലൈക് പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ന്യൂട്രീഷൻ പ്രോസസ് നടക്കുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതെന്തുകൊണ്ടാ? ബിക്കോസ് ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. എക്സാമ്പിൾ ഓൾ അനിമൽസ്. ഏതെങ്കിലും അനിമൽ ഉണ്ടോ സ്വന്തം ഫുഡ് ഉണ്ടാക്കിയ എല്ലാം എല്ലാ പ്രോസസ്സും സ്വന്തം ചെയ്യുന്ന ഏതെങ്കിലും ഒരു അനിമൽ ഉണ്ടോ? ഇല്ല. എല്ലാ അനിമൽസും ഹെറ്ററോട്രോഫിക് ആണ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ഒന്നെങ്കിൽ വേറൊരു ലൈക്ക് ഒന്നെങ്കിൽ ഒരു പ്ലാന്റ് കഴിക്കും, അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസത്തിന് ഒരു ഇപ്പൊ ലൈക്ക് നമ്മ ചിക്കൻ കഴിക്കണ പോലെ ഈ അനിമൽസ് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. സോ എല്ലാ അനിമൽസും എന്താ ഹെറ്ററോട്രോഫിക് ആണ്. ഹെറ്ററോട്രോഫിക് എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസം, പ്ലാന്റ്സ് ഓർ അനിമൽസ്. ഇനി ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷന് വേണമെങ്കിൽ വേറൊരു ഡെഫിനിഷൻ തരാം. ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ഡു നോട്ട് പൊസസ് ദ എബിലിറ്റി ടു സിന്തസൈസ് ദിയർ ഓൺ ഫുഡ്. രണ്ടിനും മീനിങ് സെയിം ആണ്, രണ്ടും പറയുന്നത് സെയിം ആണ്. എന്ത് ഈ ഓട്ടോട്രോഫിക്കിന്റെ വെച്ച് കമ്പയർ ചെയ്ത ഹെറ്ററോട്രോഫിക്കിന് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. They depend on autotrophs for their food supply, either directly or indirectly. So ഇവരെന്താണ് ഓട്ടോട്രോഫ്സ് സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യണതിന് ഒന്നെങ്കിൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ പഠിച്ചു. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉണ്ടാക്കും, ഹെറ്ററോട്രോഫിക് എന്ന് വെച്ചാൽ സ്വന്തം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ വേറെ ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ടൈപ്പ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പൊ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നമ്മ ടൈപ്സ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പൊ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും ടൈപ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണ് ടൈപ്സ്? ഹോളോസോയിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്. അപ്പൊ ഈ ഹോളോസോയിക് എന്ന് വെച്ചാൽ എന്താ, സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ എന്താ, പാരസൈറ്റിക് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് നോക്കാം. ഹോളോസോയിക് animals take in solid food which is broken down inside the body. This involves ingestion, digestion, absorption and assimilation. ഏത് ന്യൂട്രീഷൻ ആയാലും ഏത് ഓർഗാനിസം ആയാലും അവരുടെ ഫുഡ് ന്യൂട്രീഷന്റെ പ്രോസസ്സിൽ ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ഈ 4 പ്രോസസ് നടക്കണമെങ്കിൽ അത് ഹോളോസോയിക് ആണ്. ഫോർ എക്സാമ്പിൾ അനിമൽസ്, അമീബ, ഇവരൊക്കെ കേസിൽ നമ്മുടെ ഇപ്പൊ അനിമൽസ് കൊണ്ടുവരില്ല. അപ്പൊ നമ്മുടെ കേസിൽ എങ്ങനെ ഇൻജക്ഷനും നടക്കണം, നമ്മ ഫുഡ് എടുക്കണമുണ്ട്, ഡൈജഷനും ആവുന്നുണ്ട്, ആ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബും ചെയ്യുന്നുണ്ട്, അസിമിലേഷൻ നടത്തുന്നുണ്ട്. ഇതാണ് ഹോളോസോയിക്. അപ്പൊ അനിമൽസ് ടേക്ക് ഇൻ സോളിഡ് ഫുഡ്, അനിമൽസ് സോളിഡ് ഫുഡ് കഴിക്കും ആൻഡ് വിച്ച് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻസൈഡ് ദ ബോഡി. ആൻഡ് ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നതെല്ലാം. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇത് ഈ എല്ലാ പ്രോസസ്സും ഉള്ള അനിമൽസിനെയാണ് ഹോളോസോയിക് അനിമൽസ് അല്ലെങ്കിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ള അനിമൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആരൊക്കെയാണ്? അമീബ പിന്നെ അനിമൽസ്. സാപ്രോഫൈറ്റിക് അടുത്താണ്. ഹോളോസോയിക് നമുക്ക് മനസ്സിലായി. ഹോളോസോയിക് എന്ന് വെച്ചാൽ ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ഈ 4 നടക്കുമോ എന്ന് നോക്കിയാൽ മതി. അത് നടക്കുന്ന ഏത് അനിമലായാലും അത് ഹോളോസോയിക് ന്യൂട്രീഷൻ നടക്കുന്ന അനിമലാണ്. ഇനി അടുത്താണ് സാപ്രോഫൈറ്റിക്. സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓർഗാനിസംസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചത്ത് കിടക്കണ ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററില്ലേ, അതിനൊക്കെയാണ് ഈ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ഉള്ള അനിമൽസ് ആയാലും ഓർഗാനിസംസ് ആയാലും എന്തായാലും അവരുടെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര്? ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ. എക്സാമ്പിൾ ഫംഗൈ. അടുത്താണ് പാരസൈറ്റിക്. എന്താണ് പാരസൈറ്റിക്? പാരസൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് പാരസൈറ്റ് എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട്.
ഓക്കെ, സോ പാരസൈറ്റ് എന്താന്നല്ല നമ്മ കേട്ടിട്ടുണ്ട്. പാരസൈറ്റ്സ് ലിവ്സ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് അനദർ ഓർഗാനിസം. പാരസൈറ്റ്സ് ഒന്നും ഈ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിന്റെ പുറത്താണ് ജീവിക്കണേ. ആൻഡ് ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം ഇറ്റ്. എന്നിട്ട് അതിൽ നിന്നാണ് ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുന്നത്. എക്സാമ്പിൾ കസ്കൂട്ട, ടിക്സ്, ലീച്ച് എക്സെട്ര. നമ്മ മൂന്നാർ അല്ലെ തണുപ്പുള്ള ഏരിയ അല്ല ടീ പ്ലാന്റേഷൻസ് ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അട്ടകൾ പിടിക്കും. അട്ടകളാണ് ലീച്ചസ്. ഈ ലീച്ച് പിടിക്കുന്ന അവരെന്താ ചെയ്യണം, നമ്മുടെ ബ്ലഡ് അത് സക്ക് ചെയ്തെടുക്കും. ഈ ലീച്ച് ഒരു പാരസൈറ്റ് ആണ്. കാരണം അവരെന്താ, അവരുടെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി അവര് വേറൊരു ഓർഗാനിസം ഹോസ്റ്റ്, ഇപ്പൊ ഒരു അട്ട എന്നെ കടിക്കുകയാണെങ്കിൽ ഞാനാണ് അതിന്റെ ഒരു ഹോസ്റ്റ്. അപ്പൊ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ന്യൂട്രീഷൻ എടുക്കണത്. അങ്ങനെ ആ ഒരു ഓർഗാനിസത്തിനെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പാരസൈറ്റിക് ന്യൂട്രീഷൻ. സോ 3 ന്യൂട്രീഷൻ പഠിച്ചു: ഹോളോസോയിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്. ഹോളോസോയിക്കില് ഇൻജെക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ. ഇത്ര നടക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് വണ്ണിൽ എന്താ? സെക്കൻഡ് വണ്ണില് സാപ്രോഫൈറ്റിക് ആണ്. ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂട്രീഷൻ അവരിൽ നിന്ന് ഡിറൈവ് ചെയ്യണതിന് എന്തിനേയും സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ എന്താ? ഫംഗൈ. അടുത്താണ് പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബോഡിയുടെ പുറത്ത് ജീവിച്ച് നമ്മളെ ഒരു ഓർഗാനിസം അതിന്റെ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുന്നത് ആണ് പാരസൈറ്റിക്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് PYQs നോക്കാം. ഇതിനെപ്പറ്റി ഏർലിയർ ഇയേഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ ആൻഡ് മഷ്റൂം. കമന്റ്. നാം ഇത്ര നേരം പഠിച്ചതില്ല എല്ലാത്തിലും ഉള്ളതാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇതും നമ്മ പഠിച്ചാണ്. കമന്റ്. നിങ്ങൾ ടെക്സ്റ്റോ നോട്ടോ ഒന്നും നോക്കാണ്ട് നേരെ കമന്റ് ബോക്സിൽ തന്നെ ടൈപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് റീകോളിംഗ് കൂടിയാണ്, അതെന്തായാലും ഓർമ്മയും കിട്ടും. പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 7th 8th ഒക്കെ നമ്മ ഫോട്ടോസിന്തസിനെ പറ്റി കുറെ പഠിച്ചിട്ടുള്ള. നമ്മൾ നേരത്തെ പഠിച്ച ഫോട്ടോസിന്തസിൽ ആകെ കുറച്ചുണ്ടായുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണ്ട. ഈ ക്ലാസ് 10 ആയിട്ട് 7th 8th ഇതിനേക്കാളും കൂടുതലുണ്ടായി. അങ്ങനെ പിന്നെ ക്ലാസ് 10 ഒക്കെ ആകുമ്പോൾ ഇതിനേക്കാളും കുറവെന്ന് തോന്നണ്ട. ഇതിലുണ്ട് കുറച്ച് പഠിക്കാൻ. അപ്പൊ തന്നെ ഫോട്ടോസിന്തസിസ് എന്താന്നൊക്കെ ഡിഫൈൻ ചെയ്യണം. ലൈക്ക് ഏത് മോഡൽ ന്യൂട്രീഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്നൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കും: ഇവന്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവന്റ്സ് നടക്കണേ നോക്കാം. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ആദ്യം തന്നെ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ഈ ക്ലോറോഫിലാണ് ലീവ്സിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തരാം ഈ ക്ലോറോഫിലാണ്. സോ ഫസ്റ്റ് പ്രോസസ് ആണ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. സെക്കൻഡ് പോയിന്റ് ആണ് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ഈ ലൈറ്റ് എനർജി, ഈ നമ്മൾ ക്ലോറോഫിൽ അബ്സോർവ് ചെയ്ത ലൈറ്റ് എനർജി എന്താണ്? കെമിക്കൽ എനർജിയിലേക്ക് കൺവേർഷൻ നടക്കുകയാണ്. ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ്, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജനും ഓക്സിജനും ആക്കി സ്പ്ലിറ്റ് ആവുകയാണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നോക്കാം. റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. കാർബൺ ഡയോക്സൈഡ് എന്താക്കി മാറ്റിയാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റിയാണ്. ആ 3 ഇവന്റ്സ് ആണ് നടക്കുന്നത്. ഈ ഇവന്റ്സ് എല്ലാം ഒരെണ്ണം കഴിയുമ്പോൾ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി നടക്കൂല. പക്ഷെ നല്ല ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ, ഈ ഡെഫിനിഷൻ വായിച്ചു നോക്കിയാൽ ദീസ് സ്റ്റെപ്സ് നീഡ് നോട്ട് ടേക്ക് പ്ലേസ് വൺ ആഫ്റ്റർ ദ അതർ ഇമ്മീഡിയറ്റ്ലി. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് ഇമ്മീഡിയറ്റ്ലി നടക്കൂല. ഫോർ എക്സാമ്പിൾ ഡെസേർട്ട് പ്ലാന്റ്സ് ടേക്ക് അപ്പ് കാർബൺ ഡയോക്സൈഡ് അറ്റ് നൈറ്റ്. ഡെസേർട്ട് പ്ലാന്റ്സിൽ എങ്ങനെയാ വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് അവർ രാത്രി എടുക്കും ആൻഡ് പ്രിപ്പയർ ഇന്റർമീഡിയറ്റ് വിച്ച് ഇസ് ആക്റ്റഡ് അപ്പോൺ ബൈ ദ എനർജി അബ്സോർബ് ബൈ ദ ക്ലോറോഫിൽ. കണ്ട, ഇവർ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് എപ്പോഴാണ്? രാവിലെയും. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് എപ്പോഴാണ്? രാത്രിയുമാണ്. കണ്ട, നല്ല ഡിഫറൻസ് തന്നെയല്ലേ? ഡേ നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. എന്ത്? ഇമ്മീഡിയറ്റ്ലി ഈ ഇവന്റ്സ് എല്ലാം നടക്കൂല എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഫോട്ടോസിന്തസിനെ പറ്റി ചോദിച്ചാ ഈ ഒരു എന്താ പറയാ കെമിക്കൽ റിയാക്ഷൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ. ഇതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യണം. സോ കാർബൺ ഡയോക്സൈഡും H2O വാട്ടറും ക്ലോറോഫിലും സൺലൈറ്റിന്റെ പ്രസൻസിൽ C6H12O6 ആയി മാറുകയാണ്. C6H12O6 എന്താ? അതാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സ്. ഈ ഒരു ഇക്വേഷൻ ഇതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യണം. ഇത് സിമ്പിൾ ആണ്. 6CO2 + 12H2O gives ക്ലോറോഫിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ C6H12O6 + 6O2 + H2O. സോ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ക്ലോറോഫിലിന്റെ സൺലൈറ്റിന്റെ പ്രസൻസ് വെച്ച് എന്താ ഗിവ് ചെയ്യണേ?
ഗ്ലൂക്കോസ് കൊടുക്കും, അതിന്റെ കൂടെ ഓക്സിജനും H2O എല്ലാം റിലീസ് ചെയ്യും. അപ്പൊ ഇതാണ് ഇവന്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഇതെല്ലാം ഇതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യണം, ഭയങ്കര ഈസിയാണ്. ഈ ഒരു ഡയഗ്രം കണ്ടില്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇപ്പൊ ഓഗസ്റ്റ് ആണ്, ഓഗസ്റ്റിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു നവംബർ ഒക്കെ ആവുമ്പോ ഈ ഡയഗ്രാം ഇപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയൊക്കെ നവംബർ ഒക്കെ ആവുമ്പോൾ ഈ ഡയഗ്രാംസ് എല്ലാം വരച്ചു പിടിക്കണം. മോഡൽസിനും ഈ ഡയഗ്രാംസ് എല്ലാം, മോഡൽസ് നിങ്ങൾക്ക് ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യണവർ തന്നെ അറ്റൻഡ് ചെയ്യാം. മാക്സിമം സ്കോർ മാക്സിമം എന്തോരം സ്കോർ ചെയ്യാൻ പറ്റും നോക്കാം. മോഡൽസിൽ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഒരു 95% അല്ലെങ്കിൽ 90% ഇട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ എന്തായാലും ഒരു 93-94% ഉറപ്പാണ്. സോ മാക്സിമം 90% കൂടുതലെങ്കിലും മോഡൽ എക്സാമിന് വാങ്ങിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മ ഫോട്ടോസിന്തസിസില് ഓക്സിജന്റെ കാര്യം പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞു, ഇത് എല്ലാത്തിനും കാര്യം പറഞ്ഞു. ഇതെല്ലാം പ്ലാന്റ്സിന് എങ്ങനെ കിട്ടണേ, അതാണ് നമ്മൾ ഇനി പഠിക്കണേ. സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? ലെറ്റ്സ് ലുക്ക്. നൗ ലെറ്റ് us study how the plants obtain carbon dioxide. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യണം നോക്കാം. The tiny pores present on the surface of the leaves. So സ്റ്റൊമാറ്റ എന്താന്ന് വെച്ചാൽ ലീവ്സിന്റെ സർഫസിൽ പ്രസന്റ് ആയ ടൈനി പോഴ്സ് ആണ് സ്റ്റൊമാറ്റ. Massive amounts of gaseous exchange takes place in the leaves through these pores for the purpose of photosynthesis. So photosynthesisന്റെ purpose-ന് വേണ്ടി massive amount of gaseous exchange, ഭയങ്കര amount ആയിട്ട് gaseous exchange നടക്കാറുണ്ട്. But it is important to note here that the exchange of gases occurs across the surface of the stems, roots and leaves. So ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് സ്റ്റെംസിന്റെ കേസിലായാലും റൂട്ട്സിന്റെ കേസിലായാലും ലീവ്സിന്റെ കേസിലായാലും ഇതെല്ലാം നടക്കാറുണ്ട്. Since large amounts of water can also be lost through these stomata, the plant closes the pores when it does not need carbon dioxide for photosynthesis. So നമുക്കറിയാം പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ സർഫസിലുള്ള ടൈനി പോഴ്സ് ആണ് എന്ത്, സ്റ്റൊമാറ്റ. ഈ വാട്ടർ അതിൽ കൂടെ ലോസ് ആവാണ്ടിരിക്കാനായിട്ട് ഈ സ്റ്റൊമാറ്റാസ് ക്ലോസ് ചെയ്യും. അതെങ്ങനെ നടക്കാൻ നോക്കാം. The opening and closing of pore is function of the guard cells. So ഈ സ്റ്റൊമാറ്റാസ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും ഇതെല്ലാം ആരുടെ പർപ്പസാ, ഇതെല്ലാം ആരുടെ ഫംഗ്ഷനാ, ഇതെല്ലാം ഗാർഡ് സെൽസിന്റെ ഫംഗ്ഷനാണ്. The guard cells swell when water flows into them. So guard cells എന്ത് ചെയ്യും, വീർക്കും. when അവരിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോ ഗാർഡ് സെൽസ് വീർക്കും. causing the stomatal pore to open. അതുകൊണ്ട് എന്താ, സ്റ്റൊമാറ്റയുടെ പോർ ഓപ്പൺ ആവും. Similarly, the pore closes if the guard cells shrink. അതുപോലെ തന്നെ ഗാർഡ് സെൽസ് ശ്രിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ചുരുങ്ങിയാണ്. ആ ടൈമില് ഇതെന്താ, ഗാർഡ് സെൽസ് ക്ലോസ് ചെയ്യും. ഇതാണ് ഓപ്പൺ സ്റ്റൊമാറ്റയും ക്ലോസ് സ്റ്റൊമാറ്റയും. സോ ഈ ഗാർഡ് സെൽസ് കണ്ട, ഈ ഗാർഡ് സെൽസ് ആണ് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നോക്കാം എന്താണ് സ്റ്റൊമാറ്റ എന്ന്. സോ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഈ പോഴ്സ് പ്രസന്റ് ഇൻ ദ സർഫസ് ഓഫ് ലീവ്സ് ആണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് കുറെ ഗീഷ്യസ് എക്സ്ചേഞ്ച് എല്ലാം നടക്കണേ. ഫോട്ടോസിന്തസിന് വേണ്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം പ്ലാന്റ്സിന് കിട്ടുന്നത് എങ്ങനെയാ, സ്റ്റൊമാറ്റയിലൂടെയാണ്. ഈ സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ ലോസ് പോവാൻ ചാൻസ് ഉണ്ട്, വാട്ടർ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ, ഇത് ക്ലോസിങ് ഓപ്പണിങ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്ലോസിങ് ഓപ്പണിങ് ഒക്കെ ചെയ്യുന്ന ഗാർഡ് സെൽസ് ആണ്. ഈ ഗാർഡ് സെൽസ് ആണ് ഇതെല്ലാം ക്ലോസിങ് ഓപ്പണിങ് എല്ലാം ചെയ്യുന്നത്. ഗാർഡ് സെൽസിലേക്ക് വെള്ളം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, സ്വെല്ലാവും. അങ്ങനെ അത് ഓപ്പൺ ആക്കാൻ കോസ് ചെയ്യും. ആൻഡ് ഗാർഡ് സെൽസിൽ നിന്ന് വാട്ടർ പോകുമ്പോ ഇത് സ്ട്രിങ്ക് ആവും. അപ്പൊ ഇതെന്താവും, ക്ലോസ് ആവും. The guard cells swell when water flows into them, causing the stomatal pore to open. Similarly, the pore closes if the guard cells shrink. ഇത്രയുള്ള ഇതിൽ പഠിക്കാൻ. സ്റ്റൊമാറ്റേനെയും പറ്റി നമ്മൾ പഠിച്ചു. So, how do organisms obtain their nutrition? ഇനി ഓർഗാനിസംസ് അവരുടെ ന്യൂട്രീഷൻ ഒപ്റ്റെയിൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ആദ്യം തന്നെ അമീബയുടെ കേസ് നോക്കാം. സോ നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചാർന്ന് ഇത് ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. ഇത് ഫോർ ഷുവർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. The different processes involved in holozoic nutrition in amoeba are ingestion, digestion, absorption, assimilation, digestion. So നമ്മൾ പഠിച്ചതാണ് ഹോളോസോയിക് അമീബ ഒരു ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ള ഓർഗാനിസം ആണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദോസ് ന്യൂട്രീഷൻ വിച്ച് ഇൻവോൾവ് ഇൻജക്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ ഇതെല്ലാം ഇൻവോൾവ് ചെയ്യണ ന്യൂട്രീഷൻ ആണ് എന്ത് പറയാണ്, ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയണത്.
സോ അമീബ ഒരു ഹോളോസൈക് ന്യൂട്രീഷൻ ഉള്ള ഒരു ഓർഗാനിസം ആണ്. അതുകൊണ്ട് ഇതിൽ ഉള്ള പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻജെക്ഷൻ. എന്താണ് ഇൻജെക്ഷൻ നോക്കാം. ഇൻജെക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ദ ഫുഡ് ഇൻ ടു ദ ബോഡി either by swallowing or absorbing it. അപ്പൊ ഫുഡ് ബോഡിയിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അമീബയുടെ കേസിൽ അമീബ pushes out the pseudopodia to encircle the food and engulfs it, forming a food vacuum. സോ അമീബ എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്തുള്ള സ്യൂഡോപോഡിയനെ പുഷ് ചെയ്യും. ആ സ്യൂഡോപോഡിയ എന്നിട്ട് അതിനെ ചുറ്റും എന്നിട്ടാണ് എൻഗൾഫ് ചെയ്യണേ. മനസ്സിലായില്ലല്ലോ, കാണിച്ചുതരാം. സോ നോക്കൂ, ഇതാണ് നമ്മുടെ അമീബ, ഇതാണ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾ. ഈ അമീബ ഫുഡ് പാർട്ടിക്കിളിനെ കാണുമ്പോൾ അതിന്റെ സ്യൂഡോപോഡിയ എന്ത് ചെയ്യും, സ്യൂഡോപോഡിയ അത് ആ ഫുഡ് പാർട്ടിക്കിളിനെ എൻസർക്കിൾ ചെയ്തിട്ട് അതെന്തായി മാറും, ഫുഡ് വാക്യൂളായി മാറും. അവിടെയാണ് ബാക്കി പ്രോസസ് എല്ലാം നടക്കണേ. ഇപ്പൊ എങ്ങനെ ഫുഡ് എടുക്കണമെന്ന് മനസ്സിലായല്ല. ഇതാണ് അമീബ, ഇതാണ് ഫുഡ് കാണുമ്പോൾ അമീബ എന്ത് ചെയ്യും, സ്യൂഡോപോഡിയ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്യൂഡോപോഡിയ ഇതിനെ എൻസർക്കിൾ ചെയ്യും. ആ സ്യൂഡോപോഡിയ എന്നിട്ട് എന്തായി മാറും, ഫുഡ് വാക്യൂളായി മാറും. നമുക്ക് ഒരാശയം നോക്കാം. Amoeba pushes out the pseudopodia to encircle the food and engulfs it, forming a food vacuole. എന്നിട്ട് അതൊരു ഫുഡ് വാക്യൂളായി മാറും. This process known as phagocytosis. ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ഫാഗോസൈറ്റിസ്. വാട്ട് ഇസ് ഫാഗോസൈറ്റിസ്? എന്ത്, അമീബ ഫുഡ് കാണുമ്പോൾ ഫുഡ് അബ്സോർബ് ചെയ്യാൻ, ഫുഡ് ഇൻജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ സ്യൂഡോപോഡിയ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ എൻസർക്കിൾ ചെയ്ത് ഫുഡ് വാക്യൂളാക്കി മാറ്റി. അത് ആ ഒരു പ്രോസസ്സിനാണ് ഫാഗോസൈറ്റിസ് എന്ന് പറയുന്നത്. Digestion is the process of breaking the insoluble and large food molecules into soluble and minute molecules. So digestion എന്താ? Digestion എന്ന് വെച്ചാൽ ഇൻസൊല്യൂബിൾ ആൻഡ് ലാർജ് ഫുഡ് മോളിക്യൂൾസിനെ സൊല്യൂബിളും മൈന്യൂട്ട് മോളിക്യൂൾസ് ആക്കി മാറ്റണം. ഇനി അമീബയുടെ കേസിൽ എങ്ങനെ വെച്ചാൽ, ഇൻ അമീബ the food vacuoles are transported deeper into the cell and with the help of digestive enzymes. So അമീബയിൽ ഫുഡ് വാക്യൂൾസിൽ വെച്ചാണ് ഈ ഡൈജഷൻ എല്ലാം നടക്കുന്നത്. Food vacuoles are transported deeper into the cell and with the help of the digestive enzymes. So, food vacuole or digestive enzymes, the large insoluble particles are broken down to simpler molecules. So, food vacuole or digestive enzymes, ഈ large insoluble particles break down ചെയ്യും. അപ്പൊ അമീബ ഫുഡ് എടുക്കുന്ന എങ്ങനെയാന്ന് പഠിച്ച്, ഡൈജഷൻ എങ്ങനെയാന്ന് പഠിച്ച്, ഫുഡ് വാക്യൂളായി മാറും. ഫുഡ് വാക്യൂളിൽ എന്താ ഉള്ളത്, ഡൈജസ്റ്റീവ് എൻസൈംസ്. ഇത് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അടുത്തതാണ് അബ്സോർപ്ഷൻ. ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് അതിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കണ്ടേ, അതാണ് അബ്സോർപ്ഷൻ. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നുമില്ല, ഇത് ഡേ ബിഫോർ യെസ്റ്റർഡേ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷെ ചെറുതായിട്ട് ഫോണൊന്നും ഓഫായി പോയി. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കൽ ഞാൻ ചാപ്റ്റർ ഫുൾ പഠിപ്പിച്ചു തീർത്ത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഫോണിന്റെ ക്യാമറ അല്ല ഫോണേ ഓഫായി പോയി. എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഒരാഴ്ചയും പഠിപ്പിക്കേണ്ടി വരും. ലൈക്ക് ചെയ്യാം. ഓക്കെ, absorption. It is a process in this process of absorption, the nutrients from the digested food materials are absorbed into the cell cytoplasm by leaving behind the undigested particles. So, ഈ ഒരു അബ്സോർപ്ഷന്റെ പ്രോസസ്സിൽ എന്താണെന്ന് വെച്ചാൽ, ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് അതിന്റെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് സെൽ സൈറ്റോപ്ലാസമിലേക്ക്. ബൈ ലീവിംഗ് ബിഹൈൻഡ് എന്നിട്ട് ഈ അൺഡൈജസ്റ്റഡ് ആയ പാർട്ടിക്കൽസിന് ഇവരെന്താണ് ലീവ് ബിഹൈൻഡ്. ദിസ് പ്രോസസ് കോൾഡ് ഡിഫ്യൂഷൻ. ഈ ഒരു പ്രോസസ്സിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. The excess food is stored in the form of glycogen and lipids. ഈ എക്സസ് ഫുഡ് കൂടുതൽ ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടി, അത് കഴിഞ്ഞിട്ടുള്ള ഫുഡിനെ എന്താണ് ഇവർ സ്റ്റോർ ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കജൻ ആൻഡ് ലിപ്പിഡ്സ്. അടുത്തതാണ് അസിമിലേഷൻ. സോ ഇൻജക്ഷൻ പഠിച്ച്, ഡൈജഷൻ പഠിച്ച്, അബ്സോർപ്ഷൻ പഠിച്ച്. ഇനി അടുത്തതാണ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അസിമിലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എനർജി ഫ്രം ദ അബ്സോർബ്ഡ് ഫുഡ് മോളിക്യൂൾസ്. ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തത്, ഇനി അതിന് വേണ്ട എനർജി എല്ലാം അബ്സോർബ് ചെയ്യുന്നത്, എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്, അസിമിലേഷൻ പ്രോസസ്. ഇൻ അമീബ absorbed food molecules are utilized for producing the energy required to carry out. അമീബയില് ഈ അബ്സോർബ് ഫുഡ് മോളിക്യൂൾസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ്, അബ്സോർബ് ചെയ്ത ഫുഡ് മോളിക്യൂൾസിനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു എനർജി കൊണ്ടാണ് എന്ത്, റിക്വയർഡ് ടു ക്യാരി ഔട്ട് ഡിഫറെന്റ് ലൈഫ് പ്രോസസ് വിത്തിൻ ദ സെൽസ്. ഇവർക്ക് ആവശ്യമുള്ള ലൈഫ് പ്രോസസ് എല്ലാം ക്യാരി ചെയ്യുന്നത്
ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ്. സോ അങ്ങനെ അസിമുലേഷൻ പഠിച്ച അസിമുലേഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ അബ്സോർബ് ചെയ്ത ഫുഡിൽ നിന്ന് അതിന് ആവശ്യമുള്ള എനർജി അക്വയർ ചെയ്ത് ആവശ്യമുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യണ പ്രോസസ്സിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ എനർജി എല്ലാം നമ്മുടെ ലൈഫ് പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനർജി ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് ദ എനർജി റിക്വയർഡ് ടു ക്യാരി ഔട്ട് ഡിഫറെന്റ് ലൈഫ് പ്രോസസ് വിത്തിൻ ദ സെൽ, ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്ന എങ്ങനെ, ഇതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്ന എങ്ങനെ, ബൈ യൂട്ടിലൈസിങ് ദ എനർജി പ്രസന്റ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് അല്ലെങ്കിൽ അബ്സോർബ്ഡ് ഫുഡ്. ഓക്കെ, അതാണ് അസിമുലേഷൻ പ്രോസസ്സ്. അടുത്തതാണ് ഇജഷൻ. ഇജഷൻ ഇസ് എ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ. ഇതിലൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ല അൺഡൈജസ്റ്റഡ് ഫുഡ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞു. ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യണ പ്രോസസ്സിനെയാണ് ഇജഷൻ എന്ന് പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഒരാഴ്ച നോക്കുക, ഇഞ്ചക്ഷനിൽ അമീബ എന്താണ് അതിന്റെ സ്യൂഡോപോഡിയ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്യൂഡോപോഡിയം കൊണ്ട് അതിനെ കവർ ചെയ്യാണ്. സ്യൂഡോപോഡിയനെ സ്യൂഡോപോഡിയം കൊണ്ട് ആ ഒരു ഫുഡ് പാർട്ടിക്കിളിനെ കവർ ചെയ്യണം. എന്നിട്ട് ആ ഒരു സ്യൂഡോപോഡിയ എന്തായി മാറുകയാണ്, ഫുഡ് വാക്യൂളായി മാറുകയാണ്. എന്നിട്ട് ആ ഫുഡ് വാക്യൂൾ വെച്ചാൽ എന്താ ഉണ്ടാവണേ, ഇതാണ് ഡൈജഷനിൽ പറയണേ. ഫുഡ് വാക്യൂൾ വെച്ചാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്താണ്, ലാസ്റ്റ് ഫുഡ് മോളിക്യൂൾസിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അതെല്ലാമാണ് ഡൈജഷൻ നടക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് എന്ത്, അബ്സോർപ്ഷൻ. ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് അതിനാവശ്യമായ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് അസിമുലേഷൻ. ഈ അബ്സോർബ് ചെയ്ത ഫുഡ് മെറ്റീരിയൽസ് നിന്ന് അതിന് ആവശ്യമുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യണം. ഈ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യണ പ്രോസസ്സിന്, ഈ എനർജി അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയണേ, അസിമുലേഷൻ എന്ന് പറയണേ. In amoeba, absorbed food molecules are utilized for producing the energy required to carry out different life processes within the cell. So, ഈ കിട്ടിയ എനർജി കൊണ്ട് വേണം ഇവർക്ക് ബാക്കിയുള്ള ലൈഫ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ. ഇജഷൻ നമ്മൾ പഠിച്ചാർന്ന് എന്ത്, ബാക്കി അൺഡൈജസ്റ്റ് ആയ ഫുഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യണ പ്രോസസ്സാണ് ഇജഷൻ. അപ്പൊ ഈ ഒരു ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഏറ്റവും ഈസിയസ്റ്റ് ഡയഗ്രാം ആണ്. ലൈക്ക് ഇതിപ്പോ തന്നെ പഠിക്കുക. ജസ്റ്റ് ഒരു അമീബനെ വരക്കുക, ജസ്റ്റ് ഒരു ഫുഡ് പാർട്ടിക്കിൾ വരക്കുക, അമീബിയൻ സ്യൂഡോപോഡിയ വരക്കുക, ഫുഡ് വാക്യൂൾ ഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അത് അമീബയുടെ ഒരു പാർട്ടായി മാറും. ഭയങ്കര ഈസി. ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ അമീബ ഇസ് കോൾഡ് ഫാഗോസൈറ്റോസിസ്. അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മ ന്യൂട്രീഷൻ ഇൻ അമീബ കഴിയും. ഇനിയാണ് നമ്മുടെ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ഈ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണം. നമ്മുടെ ബോഡിയെ തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണം. ഓക്കെ, ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ഇസ് എ വെരി കോംപ്ലക്സ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് 5 steps. സോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ന്യൂട്രീഷനിൽ 5 steps ഉണ്ട്. ഏതൊക്കെ? ഇൻജെഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ, എക്സ്ക്രീഷൻ. സെയിം അമീബയുടെ പ്രോസസ്സിലുള്ള, അമീബയുടെ കേസിലുള്ള സെയിം സാധനം തന്നെ. കാരണം എന്താ, രണ്ടും ഹോളോസോയിക് ആണ്. അതുകൊണ്ട് ഹോളോസോയിക്നെസ് എന്താ, ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഹോളോസോയിക്. ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഹെറ്ററോട്രോഫിക് ആൻഡ് അതിന്റെ ഒരു പാർട്ടാണ് ഇത് ഹോളോസോയിക്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മ ഇപ്പൊ ഒരു ഫുഡ് കഴിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പെന്നിന്റെ ടോപ്പ്, ഈ പെന്നിപ്പോ നമ്മ കഴിക്കാന്ന് ചോദിച്ചോ. ഈ പെന്നിന്റെ ടോപ്പ് നമ്മ വായിലേക്ക് കൊണ്ടുപോയി മൗത്തിൽ വെക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജെഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു അവർ മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റിയിൽ ഫുഡ് റീച്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജെഷൻ എന്ന് പറയുന്നത്. ഫുഡ് ബക്കൽ ക്യാവിറ്റിയിൽ എത്തിക്കാൻ എന്താ നടക്കണേ, നമ്മുടെ മൗത്തിലുള്ള ടീത്ത് ഈ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപിൾ സബ്സ്റ്റൻസസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൗത്തില് നമ്മുടെ എന്തൊക്കെയുണ്ട്, ടങ്ക് ഉണ്ട്, ടീത്ത് ഉണ്ട്, പിന്നെ വേറെ എന്തോ ഉണ്ടല്ലോ, ഒരു മെയിൻ സാധനം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, സലൈവയുടെ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പൊ നമ്മുടെ ടീത്ത് അതിനും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇനി നമ്മുടെ ടങ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടേസ്റ്റും ചെയ്യും, റോൾസ് അപ്പ് അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സലൈവറി ഗ്ലാൻസ്, നമ്മുടെ മൗത്തിലുള്ള സലൈവറി ഗ്ലാൻസ് എന്ത് ചെയ്യും, സലൈവറി അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സലൈവറി അമിലേസ് എന്താ ചെയ്യണം നോക്കാം. ഓക്കെ, ഈ സലൈവറി അമിലേസ് സ്റ്റാർച്ച് പ്രസന്റ് നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ഷുഗർ ആക്കി മാറ്റും, ഇന്റർമീഡിയറ്റ് ഷുഗർ ആക്കി മാറ്റും. ഈ ഒരു ഷുഗറിന്റെ പേരാണ് മാൾട്ടോസ്. ഇത് ടെക്സ്റ്റിലൊന്നും ടെക്സ്റ്റിൽ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ കറക്റ്റ് ആണ്, മാൾട്ടോസ് ആണ്. ഓക്കെ, ഇൻജെഷൻ.
നമുക്ക് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് സെയിം സാധനം റീഡ് ചെയ്യാം. The process of taking food into our mouth is called ingestion. Once the food reaches our mouth, our teeth breaks down the food into simpler substance. So ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെന്നിന്റെ ടോപ്പ് നമ്മുടെ വായിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടീത്ത് എന്ത് ചെയ്യും, അതിനെ സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റും. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് അവർ ടങ് ടേസ്റ്റ് ആൻഡ് റോൾസ് ദ ഫുഡ്. എന്നിട്ട് നമ്മുടെ ടങ് എന്താണ് ടേസ്റ്റും ചെയ്യും, റോൾസ് ദ ഫുഡ്. ആഫ്റ്റർ ദാറ്റ് ദ സലൈവറി ഗ്ലാൻഡ്, ഞാൻ പറഞ്ഞില്ല നമ്മുടെ വായിലുള്ള സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യും, സലൈവറി അതിന്റെ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമാണ് സലൈവറി അമിലീസ്. ഈ സലൈവറി അമിലീസ് എന്താ ചെയ്യണേ, ഫുഡിലുള്ള സ്റ്റാർച്ചിന് ഇന്റർമീഡിയറ്റ് ഷുഗർ ആക്കി മാറ്റിയാണ്. ഓക്കെ, അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോ ദ ഫുഡ് പൈപ്പ് ഓക്കെ. ഇനി വായിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതുണ്ട്, ഇനി മൗത്തിൽ എന്തെങ്കിലും ഉണ്ടാ, നമ്മളിപ്പോ ഒരു ടോഫിയോ എന്തെങ്കിലും തിന്നണമെങ്കിൽ മൗത്തിൽ ഇത്ര പ്രോസസ് അല്ലേ ചെയ്യാനുള്ളൂ. അതെ, ഇത് കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പൈപ്പ് വഴി പുഷ് ചെയ്യണം. After all this process, the food pipe pushes food into stomach. This movement is called peristaltic movement. Basically, it is a contraction expansion movement of board of food pipe. So, മൗത്തിലുള്ള പ്രോസസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഫുഡ് പൈപ്പ് എന്ത് ചെയ്യണം, ഫുഡിനെ ഫുഡ് പൈപ്പിലൂടെ പുഷ് ചെയ്യണം. എന്നിട്ട് ഈ ഫുഡ് എന്താ ചെയ്യണം, ഫുഡ് എവിടെ എത്തും, സ്റ്റൊമക്കിലെത്തും. ഈ ഒരു ഫുഡ് പൈപ്പുകളെ പുഷ് ചെയ്യണ പ്രോസസ്സിനാണ് എന്ത് പറഞ്ഞാൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫ്രം ഹിയർ ആണ് നമ്മൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സിൽ നിന്നാണ്. നമ്മുടെ ഫുഡ് അങ്ങനെ സ്റ്റൊമക്കിലെത്തി. എന്നിട്ട് ആഫ്റ്റർ ദ ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക്, ദ ഗ്ലാൻഡ് പ്രസന്റ് ഇൻ ദ സ്റ്റൊമക്ക് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പൊ സലൈവ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫുഡ് പൈപ്പ് ത്രോട്ടിൽ മറ്റേ ഫുഡ് പൈപ്പിൽ കൂടെ ഇറങ്ങി ഫുഡ് പൈപ്പിൽ കൂടെ ഇറങ്ങി സ്റ്റൊമക്കിലെത്തി കഴിയുമ്പോ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആക്ട് ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസിൽ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് HCl. ഈ HCl ആസിഡിഫൈ ചെയ്യും, മീഡിയം ആസിഡിഫൈ ചെയ്യും. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൽ വല്ല ജേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യും. അടുത്താണ് പെപ്സിൻ. പെപ്സിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച ഫുഡിൽ പ്രോട്ടീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യും. അടുത്താണ് മ്യൂക്കസ്. It protects the stomach lining from the harmful effect of the HCl. So നമ്മളിപ്പോ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് എന്താ ചെയ്യണമെന്ന് പഠിച്ച് ഇത്രേ ഉള്ളൂ. ഫുഡ് പൈപ്പിലൂടെ ഫുഡ് ഇറങ്ങി സ്റ്റൊമക്കിലെത്തി കഴിയുമ്പോ എന്താ നമ്മുടെ ആരെ റിയാക്ട് ചെയ്യണേ, സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്യും, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്താ ഉള്ളത്, HCl ഉണ്ട്, പെപ്സിൻ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. HCl എന്ന് പറഞ്ഞ ഒരു ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആസിഡ് എന്തിനുള്ളതെന്ന് വെച്ചാൽ ആസിഡിഫൈസ് ദ മീഡിയം ആസിഡിഫൈ ചെയ്യും. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൽ വല്ല ജേംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ പെപ്സിൻ, കഴിച്ച ഫുഡിലുള്ള പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആരാ, ഈ പെപ്സിനാണ്. അത് കഴിഞ്ഞിട്ട് മ്യൂക്കസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റൊമക്കിൽ HCl ഉണ്ട്. ഈ HClന്റെ ഹാർംഫുൾ എഫക്ട്സ് നമ്മുടെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ആര്, മ്യൂക്കസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക് ലൈനിങ് ഫ്രം ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ദ HCl. After all these processes, the food then reaches small intestine. ഈ എല്ലാ പ്രോസസ്സും കഴിയുമ്പോൾ ഫുഡ് എവിടെ എത്തും, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻസ് എന്ത്, ഓക്കെ. അപ്പൊ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻസ് എന്ത്, ബൈൽ കണ്ടെയ്ൻ ചെയ്യും. ഫസ്റ്റ് തന്നെ ബൈലിന്റെ അകത്ത് എന്താ ഉള്ളത്, ബൈൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തൊക്കെയാ, ബൈൽ ജ്യൂസ് ഉണ്ട്, ബൈൽ സോൾട്ട് ഉണ്ട്. നമ്മ കഴിച്ച ഫുഡ് HCl ആസിഡിഫൈ ചെയ്തായിരുന്നു. ബൈൽ ജ്യൂസ് എന്ത് ചെയ്യണേ, ആ ഒരു ഫുഡിനെ ആൽക്കലൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈൽ സോൾട്ട്, ഇറ്റ് ബ്രേക്സ് ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. നമ്മുടെ ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോളർ പാർട്സ് ആക്കി ബ്രേക്ക് ചെയ്യും ബൈൽ സോൾട്ട്. അപ്പൊ ബൈലിന്റെ റോളും കഴിഞ്ഞു. ബൈലിന്റെ റോള് കഴിയുമ്പോഴാണ് ആഫ്റ്റർ ദിസ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻസ് പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. എന്താ നോക്കാം. പാൻക്രിയാറ്റിക് അമിലേസ് എന്താ, ഇറ്റ് ബ്രേക്സ് ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സ്റ്റാർച്ച് ഇൻടു ഷുഗർ. സോ നമ്മുടെ സലൈവറി അമിലേസ് എന്ത് ചെയ്തോണ്ടിരുന്നേ, നമ്മുടെ മൗത്ത് വെച്ച് സലൈവറി അമിലേസ് സ്റ്റാർച്ചിന് ഷുഗർ ആക്കി മാറ്റിയായിരുന്നു. അതിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ സ്റ്റാർച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഷുഗർ ആക്കാൻ വേണ്ടിയുള്ളതാണ് എന്ത്, പാൻക്രിയാറ്റിക് അമിലേസ്. ഇറ്റ് ബ്രേക്സ് ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സ്റ്റാർച്ച് പ്രസന്റ് ഇൻ ദ ഫുഡ് ടു ഷുഗർ. അടുത്താണ് ട്രിപ്സിൻ. നമ്മൾ പെപ്സിൻ എന്താ ചെയ്തേ, പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ചെയ്ത്. ട്രിപ്സിൻ ചെയ്യുന്നത് ഈ ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഇൻടു അമിനോ ആസിഡ്. അമിനോ ആസിഡ് ആക്കി
ബ്രേക്ക് ഡൗൺ ചെയ്യും ട്രിപ്സിൻ. അടുത്താണ് ലിപ്പേസ്. ലിപ്പേസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നേരത്തെ എന്താ പഠിച്ചേ, ബൈൽ സോൾട്ട് ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോൾ പാർട്ടാക്കുമെന്ന് പഠിച്ച്. ഈ ലിപ്പേസ് ഇറ്റ് ബ്രേക്സ് ഡൗൺ ഫാറ്റ് ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഈ ഒരു ഫാറ്റിനെ എന്താക്കി മാറ്റിയാണ്, ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. സോ അങ്ങനെ നമ്മുടെ ഡൈജഷന്റെ പ്രോസസ്സും കഴിഞ്ഞു. അപ്പൊ ഡൈജഷൻ ജസ്റ്റ് റീകോൾ ചെയ്ത് നോക്കിയേ, സ്റ്റൊമക്കിലെത്തിയ സ്റ്റൊമക്കിൽ എന്തുണ്ടായി, ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് 3 കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, HCl, പെപ്സിൻ, മ്യൂക്കസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. HCl എന്ത് ചെയ്യുന്നു പഠിച്ച്, പെപ്സിൻ എന്ത് ചെയ്യുന്നു പഠിച്ച്, മ്യൂക്കസ് എന്ത് ചെയ്യുന്നു പഠിച്ച്. അത് കഴിഞ്ഞിട്ട് ഫുഡ് എവിടെ എത്തി, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തിയപ്പോൾ ആദ്യം ആക്ട് ചെയ്ത് ബൈൽ എന്തൊക്കെയാണ്, ബൈൽ സോൾട്ടും ബൈൽ ജ്യൂസും. എന്നിട്ട് പാൻക്രിയാറ്റിക്, അത് കഴിഞ്ഞിട്ട് പാൻക്രിയാസിൻ സെക്രേറ്റ് ചെയ്ത പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാറ്റിക് ജ്യൂസ് വന്ന്. അങ്ങനെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. ഇതൊക്കെയാണ് ഡൈജഷന്റെ പ്രോസസ്സിൽ നടക്കുന്നത്. അടുത്താണ് അബ്സോർപ്ഷൻ. നമ്മൾ എന്താ പഠിച്ചത്, അമീബയുടെ കേസിൽ എന്താണ് അബ്സോർപ്ഷൻ എന്ന് പഠിച്ച്. എന്നാൽ നമുക്ക് ഇനി ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ എങ്ങനെയാന്ന് പഠിക്കാം. ആഫ്റ്റർ ദ ഫുഡ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി, അങ്ങനെ ഫുഡ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആയി, എന്നിട്ട് the villi present in the stomach absorbs the food and supply it to blood vessels. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിലുള്ള വിലൈ എന്ന് പറഞ്ഞ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഈ വിലൈ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫുഡ് എടുത്ത് ആർക്കൊണ്ടേ സപ്ലൈ ചെയ്യും, നമ്മുടെ ബ്ലഡ് വെസൽസിനുണ്ടേ സപ്ലൈ ചെയ്യും. ആൻഡ് ഈ ബ്ലഡ് വെസൽസ് ആണ് എന്ത് ചെയ്യണേ, ബ്ലഡ് വെസൽസ് ഓരോ സെൽസിനും ഇത് ക്യാരി ചെയ്ത് കൊണ്ടു കൊടുക്കും. പറഞ്ഞുതരാം. അപ്പൊ വിലയുടെ പ്രോസസ് എന്താണെന്ന് മനസ്സിലായല്ല. ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് ചെയ്ത് ആ ഫുഡ് അബ്സോർബ് ചെയ്തിട്ട് ആർക്കൊണ്ടേ കൊടുക്കും, നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൊണ്ടേ കൊടുക്കും. അപ്പൊ വാട്ട് ഈസ് വിലൈ? ഇറ്റ്സ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിച്ച് ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന് വേണ്ടിയുള്ള സർഫസ് ഏരിയ കൂട്ടണ ഇതാണ് വിലൈ. ഇനി അടുത്ത പ്രോസസ് ആണ്. അപ്പൊ അബ്സോർപ്ഷൻ അത്യാവശ്യം മനസ്സിലായി. ഇനി അസിമിലേഷൻ. ഈ അസിമിലേഷന്റെ കണ്ടിന്യൂഷൻ നോക്കാം. ആഫ്റ്റർ ദ ഫുഡ് സപ്ലൈ ടു ദ ബ്ലഡ് വെസൽസ്, അങ്ങനെ ഫുഡ് ബ്ലഡ് വെസൽസിലേക്ക് സപ്ലൈ ചെയ്ത് ഫുഡ് ബ്ലഡ് വെസൽസിലേക്ക് സപ്ലൈ ചെയ്ത് ദ ഫുഡ് റീച്ചസ് ഓൾ ദ സെൽസ് and by this energy is released from digested food. This process is known as assimilation. So നമ്മുടെ ബ്ലഡ് വെസൽസ് ഈ ഫുഡ് ക്യാരി ചെയ്ത് എല്ലാ സെൽസിനും കൊണ്ട് കൊടുത്ത്, ഇനി ഇതിൽ നിന്നുള്ള എനർജി ഈ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്ത്, ഈ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയണേ. ഓക്കെ, അടുത്ത പ്രോസസ് ആണ് എക്സ്ക്രീഷൻ. അടുത്ത പ്രോസസ് ആണ് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ എന്താ, ദ ബയോളജിക്കൽ പ്രോസസ് വെർ ലിവിംഗ് ഓർഗാനിസം റിമൂവ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ്. മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ലിവിംഗ് ഓർഗാനിസംസ് റിമൂവ് ചെയ്യണ പ്രോസസ്സിനെയാണ് എന്ത് പറയണേ, എക്സ്ക്രീഷൻ. The biological process where living organs remove metabolic waste products and other harmful substances from their body. By this process, the waste particles are removed. അങ്ങനെ ഈ ഒരു പ്രോസസ് കൊണ്ട് വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യണം. സോ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 കഴിഞ്ഞു. അപ്പൊ ഇതിലാകുമ്പോ എന്തൊക്കെ പഠിച്ച്, ഇതിലാകുമ്പോ എന്താണ് ന്യൂട്രീഷൻ പഠിച്ച്, എന്തൊക്കെ ടൈപ്പാണ് ന്യൂട്രീഷൻ ഉള്ളതെന്ന് പഠിച്ച്, ഇനി ഓക്കെ അതെല്ലാം പഠിച്ച്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനെ പറ്റി പഠിച്ചു, ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ പഠിച്ചു, അതിന്റെ ഓരോ ടൈപ്സ് പഠിച്ചു, PYQs നോക്കി, പിന്നെ ഫോട്ടോസിന്തസിന്റെ ഇവന്റ്സ് എന്തൊക്കെ നടക്കണേ അതും നോക്കി, ഫോട്ടോസിന്റെ ഇക്വേഷൻ നോക്കി, ഇക്വേഷൻ പഠിക്കുകയും ചെയ്യണം. സോ ഓക്കെ, ഇനി അടുത്ത പിന്നെ നമ്മൾ സ്റ്റൊമാറ്റോ എന്താ ചെയ്യുന്നത്, സ്റ്റൊമാറ്റോ റോൾ എന്താ, സ്റ്റൊമാറ്റോയിലെ ഗാർഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താ, സ്റ്റൊമാറ്റോയുടെ ഡയഗ്രാം നമ്മൾ പഠിച്ചു. ഇത്രക്ക് ഈസി ഡയഗ്രാം ആണ്, ഇത് ഇപ്പൊ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഗാനിസംസ് എങ്ങനെ ന്യൂട്രീഷൻ കിട്ടണേന്ന് പഠിച്ച്. ഫസ്റ്റ് നമ്മൾ പഠിച്ച അമീബയുടെ ആയിരുന്നു. അമീബയുടെ ഫുൾ പഠിച്ച് ഇൻജക്ഷൻ ഡൈജഷൻ ഹോളോസൈക്ക് ആയതുകൊണ്ട് ഈ എല്ലാ പ്രോസസ്സിലും ഇൻജക്ഷൻ ഡൈജഷൻ അബ്സോർപ്ഷൻ ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മ ഹ്യൂമൻ ബീങ്സിന് ന്യൂട്രീഷൻ പഠിച്ച്. ഈ ഒരു ന്യൂട്രീഷനിൽ എന്തൊക്കെ നടന്നതെന്ന് പഠിച്ച്. ഇൻജക്ഷൻ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, അസിമിലേഷൻ എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട്. കാരണം എന്താ, ഇതൊരു ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ആൻഡ് ഇത് ഒരു ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ അല്ല, ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, ഇൻജക്ഷനിൽ എന്താ, ഫുഡ് എടുക്കുന്നു, ഫുഡ് വായിലേക്ക് എത്തുന്നു, ടീത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, സലൈവറി ആംബുലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സലൈവറി ആംബുലേസ് എന്ത് ചെയ്യുന്നു, സ്റ്റാർച്ചിനെ ഷുഗർ ആക്കി മാറ്റുന്നു. ഈ ഷുഗർ എന്നിട്ട് ഈ ഒരു ഫുഡിനെ ഫുഡ് പൈപ്പ് വഴി സ്റ്റൊമക്കിലേക്ക് ഇടുന്നു. ഈ ഫുഡ് പൈപ്പിൽ കൂടെ ഫുഡിനെ പുഷ് ചെയ്യണം പ്രോസസ്സിനാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫുഡിൽ എത്തിക്കഴിയുമ്പോൾ
എന്താ ഫസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ് ഗ്യാസ്ട്രിക് ജ്യൂസ് അതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യണേ എന്ന് പഠിച്ച്. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെത്തി, സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്നത് പഠിച്ച്, പിന്നെ അബ്സോർപ്ഷൻ പഠിച്ച്, അസിമിലേഷൻ പഠിച്ച്, എക്സ്ക്രീഷൻ പഠിച്ച്. അങ്ങനെ നമ്മുടെ പാർട്ട് 1 ഫിനിഷ്ഡ്. ഇനി അടുത്ത പാർട്ടിലാണ് നമുക്ക് റെസ്പിറേഷൻ പഠിക്കാനുള്ളത്. നമ്മളിന്ന് പഠിക്കാൻ വന്നത് ലൈഫ് പ്രോസസിന്റെ പാർട്ട് 2 ആണ്, റെസ്പിറേഷൻ. റെസ്പിറേഷനൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. സോ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. പാർട്ട് 1 കാണാണ്ട് പാർട്ട് 2 കണ്ടിട്ട് കാര്യമില്ല എന്നൊന്നും ഞാൻ പറയാനുള്ള, 2 സെപ്പറേറ്റ് സെക്ഷൻ ആണ്. സോ പാർട്ട് 1 കാണാണ്ട് പാർട്ട് 2 കണ്ടിട്ടും കാര്യമുണ്ട്. ഓക്കെ, റെസ്പിറേഷൻ. The process which break എന്താണ് റെസ്പിറേഷൻ അതാണ് നോക്കാം. The process which break down food to release energy with the help of oxygen and respiratory enzyme is called respiration. So ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ആൻഡ് റെസ്പിറേറ്ററി എൻസൈം ഇസ് കോൾഡ് റെസ്പിറേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ബ്രീത്തിങ്. എന്നാ മനസ്സിലായല്ല? നമ്മുടെ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്തിനു വേണ്ടി? എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി. ഈ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി ആരുടെ ഹെൽപ്പ്, എന്തിന്റെ ഹെൽപ്പിന്റെ കൂടെയാണ് ഈ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യണേ? ഓക്സിജന്റെ കൂടെ ആൻഡ് റെസ്പിറേറ്ററി എൻസൈം, അതിന്റെ കൂടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്തിനു വേണ്ടി? എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബ്രീത്തിങ്. ഈ ഒരു പ്രോസസ്സിലുള്ളതാണ് ബ്രീത്തിങ്. റെസ്പിറേഷൻ 2 ടൈപ്പ് ഉണ്ട്, എയറോബിക് ഉണ്ട്, അനേറോബിക്കും ഉണ്ട്. എയറോബിക്കും അനേറോബിക്കും നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം. ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. 1 എയറോബിക് റെസ്പിറേഷൻ, 2 അനേറോബിക് റെസ്പിറേഷൻ. സോ രണ്ടാമത്തേതാ അനേറോബിക് റെസ്പിറേഷൻ. Aerobic respiration, it is a complete breakdown of food in the presence of oxygen. It releases large amount of energy in the form of ATP molecules. So, നമ്മുടെ definition പഠിച്ച respiration same സാധനം, in the presence of oxygen. Aerobic respiration, it is a complete breakdown of food. ഫുഡിന്റെ breakdown ചെയ്യുന്നത് എന്തിനു വേണ്ടി? ലാർജ് amount of energy produce ചെയ്യാൻ വേണ്ടി with the presence of oxygen. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയണേ? Aerobic respiration. Energy is produced in the form of ATP molecules. ATP molecules in ഫോമിലാണ് എനർജി ഫോം ചെയ്യുന്നത്. സോ ATP എന്താ? ATP എന്ന് വെച്ചാൽ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ഇതാണ് എനർജിയുടെ കറൻസി സെല്ല്. സോ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നത് ATP വെച്ചാണ്. അപ്പൊ എയറോബിക് റെസ്പിറേഷൻ പഠിച്ച്. എയറോബിക് റെസ്പിറേഷൻ എന്താ? നമ്മുടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എനർജി കൊടുക്കാൻ വേണ്ടി ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇത്രയുള്ളൂ എയറോബിക്, സിമ്പിൾ. അടുത്താണ് അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രോസസ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്കേ, എയറോബിക്കല് വിത്ത് ദ പ്രസൻസ് ഓഫ് എയർ. അപ്പൊ അനേറോബിക്കൽ എന്തായിരിക്കും? വിത്തൗട്ട് എയർ, അത്രേ ഉള്ളൂ, വിത്തൗട്ട് ഓക്സിജൻ. ഇറ്റ് ഇസ് എ പ്രോസസ് വെർ സെൽസ് ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ് ഫോർ എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. കണ്ട, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാണ്ട് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്തിനു വേണ്ടി? എനർജിക്ക് വേണ്ടി. ഈ ഒരു പ്രോസസ്സിനെയാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പാർട്ടിൽ നിന്ന് മെയിൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഏത്? ഡിഫറെന്റ് പാത്ത് വേസ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ നടക്കാൻ ഡിഫറെന്റ് പാത്ത് വേസിനെ പറ്റിയാണ് ചോദിക്കണേ. സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കാര്യം, ഈ ഒരു ഫുൾ പാരഗ്രാഫ് പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ സെപ്പറേറ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പാരഗ്രാഫിൽ തന്നെ എല്ലാം ഉണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കി. ഈ ഡിഫറെന്റ് പാത്ത് വേസ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പിറേഷൻ എന്താണെന്ന് അറിയാം. ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് എന്തിനു വേണ്ടി? എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ അറിയാം. സോ ഇതാണ് ഡിഫറെന്റ് പാത്ത് വേസ് ഓഫ് റെസ്പിറേഷൻ. സോ ഫസ്റ്റ് തന്നെ ഉള്ളത് എല്ലാ സ്റ്റെപ്പിലും ആദ്യം ഉള്ളത് എന്താ? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം സൈറ്റോപ്ലാസ്റ്റിൽ വെച്ച്. എന്താക്കിയാണ്? എന്നിട്ട് പൈറുവേറ്റ് ആക്കിയാണ്. കണ്ട, ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. അതിനെന്താക്കിയാണ്? പൈറുവേറ്റ് ആക്കിയാണ്. പൈറുവേറ്റ് എന്താ? ഒരു 3 കാർബൺ മോളിക്യൂൾ ആണ് പൈറുവേറ്റ്. സോ പൈറുവേറ്റിനെ ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവേറ്റിലോട്ട് ആക്കിയാണ്. 6 കാർബണിൽ നിന്ന് 3 കാർബണിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇത് എവിടെ വെച്ചാണ്? സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഫർദർ പ്രോസസ്സ് വേണമെങ്കിൽ പ്രസൻസ് ഓഫ് ഓക്സിജനിൽ അടക്കാം, ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ അടക്കാം, വേണമെങ്കിൽ ഇനിയും ലാക്ക് ഓഫ് ഓക്സിജനിലും നടക്കാം. മനസ്സിലായോ? ആദ്യം നമുക്ക് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ നോക്കാം. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താ നടക്കുക വെച്ചാൽ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനർജിക്ക് വേണ്ടിയാണല്ലോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ
ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യണേ? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യണേ. ഇത് ഇങ്ങനെ തന്നെ പിടിച്ചു വെക്കണം. ഇത് നടക്കുന്നത് ഈസ്റ്റിന്റെ കേസിനാണ്. ഈ ഒരു ആബ്സെൻസ് ഓഫ് ഓക്സിജന്റെ കേസിൽ എന്താ, ഇതാണ് അനേറോബിക് റെസ്പിറേഷൻ. ഇത് നടക്കുന്നത് ഈസ്റ്റിന്റെ കേസിലാണ്. മനസ്സിലായോ? അപ്പൊ ഗ്ലൂക്കോസ് നിന്ന് പൈറുവേറ്റ് ആയി, പൈറുവേറ്റിൽ നിന്ന് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാണ്ട് ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പൊ എന്താ ഫോം ചെയ്യണം? എത്തനോൾ ഫോം ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്, എനർജി ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എവിടെ നടക്കണം? ഈസ്റ്റിന്റെ കേസിൽ. എന്ത്? ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ് ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇനി അടുത്ത് നമുക്ക് പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പൊ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്താണെന്ന് അറിയാലോ? അനേറോബിക് റെസ്പിറേഷൻ. ഇനി പ്രസൻസ് ഓഫ് ഓക്സിജൻ. പ്രസൻസ് ഓഫ് ഓക്സിജനിൽ എന്താ നടക്കാന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയി. എല്ലാ കേസിലും ഇതുപോലെ തന്നെ പൈറുവേറ്റ് പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് പ്രസൻസ് ഓഫ് ഓക്സിജനിൽ. പ്രസൻസ് ഓഫ് ഓക്സിജനിൽ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്യണം. എന്നിട്ട് ഇത് എന്തായി മാറുകയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറുകയാണ്, വാട്ടറായി മാറുകയാണ്, എനർജി ആയി മാറുകയാണ്. കണ്ട, ഓക്സിജന്റെ പ്രസൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോ എന്തൊക്കെയാ ഔട്ട്പുട്ട് വന്നേ? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത്, വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത്, എനർജി പ്രൊഡ്യൂസ് ചെയ്ത്. പക്ഷെ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ എന്താ? ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഡിഫറൻസ് ഉണ്ടോ? ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇത് എവിടെ നടക്കണേ? മൈറ്റോകോൺട്രിയയിലാണ് ഈ ഒരു പ്രോസസ് നടക്കണേ. മറ്റേത് ഈസ്റ്റിന്റെ കേസാണ് അനേറോബിക് നടക്കണേ. ഇത് അനേറോബിക്കും ഇത് എയറോബിക്കും. ഓക്കെ, ഒരാശയം നോക്കിയേ. ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ മോളിക്യൂളാണ്. ഇത് സൈറ്റോപ്ലാസ്റ്റിൽ വെച്ച് എന്ത്? പൈറുവേറ്റ് ആയി മാറുകയാണ്. പൈറുവേറ്റ് എന്താ? ഒരു 3 കാർബൺ മോളിക്യൂളാണ്. അവിടെ നിന്ന് മൈറ്റോകോൺട്രിയയിലേക്ക് വെച്ച് എന്താ? പ്രസൻസ് ഓഫ് ഓക്സിജനിൽ ഫെർദർ ബ്രേക്ക് ഡൗൺ നടക്കുകയാണ്. എന്തിനാണ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി. മനസ്സിലായോ? സിമ്പിൾ. ഇനി ഒരെണ്ണോടെയുണ്ട് ലാസ്റ്റ് കേസ്, ലാക്ക് ഓഫ് ഓക്സിജൻ. 1 മിനിറ്റ് അതിന് മുമ്പ്. ഓക്കെ, റെക്കോർഡിംഗ് ആണ്. മനസ്സിലാത്തവർക്ക് എന്താ വെച്ചാൽ പാർട്ട് 1 ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഈ പാർട്ട് 1 അപ്ലോഡ് ചെയ്യണതിന് ഒരു ദിവസം മുമ്പ് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷെ ഫോൺ ഓഫ് ആയിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. ഞാനാണ് ചാപ്റ്റർ ഫുൾ പഠിപ്പിച്ച് തീർക്കുകയും ചെയ്തത്. എനിക്ക് അതുകൊണ്ട് നല്ല ഉറക്കം വന്നിട്ടാണ് പഠിപ്പിക്കണേ. സോ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തത് ലാക്ക് ഓഫ് ഓക്സിജൻ. ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ കുറവ് കാരണം. ഓക്കെ, ഫസ്റ്റ് എല്ലാ കേസിലും ഫസ്റ്റ് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റണം. പൈറുവേറ്റ് എന്നിട്ട് എന്താ വേണം? ലാക്ക് ഓഫ് ഓക്സിജനിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ലാക്റ്റിക് ആസിഡും എനർജിയും ഫോം ചെയ്യുന്നു. ഇതെന്താ? ഇവിടെ ഇതൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നിർത്താണ്ട് ഒരു 5 കിലോമീറ്റർ, ഇപ്പൊ ഞാൻ ഓടാറില്ല, ഞാനൊരു 5 കിലോമീറ്റർ നിർത്താണ്ട് ഓടുകയാണെങ്കിൽ എനിക്ക് മസിൽ ക്രാംസ് വരും. മസിൽ ക്രാംസ് വരാൻ കാരണം നമ്മുടെ മസിൽസ് ലാക്ക് ഓഫ് ഓക്സിജൻ നടക്കുകയാണ്. ലാക്ക് ഓഫ് ഓക്സിജൻ നടക്കുമ്പോൾ നമ്മുടെ എനർജിക്ക് വേണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ലാക്റ്റിക് ആസിഡും എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. ഈ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ? എനിക്ക് മസിൽ ക്രാംസ് വരും. ഓക്കെ, മനസ്സിലായ? സോ ഫസ്റ്റ് കേസിൽ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി, അത് സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചാർന്ന്. എന്നിട്ട് അവിടുന്ന് ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ലാക്ക് ഓഫ് ഓക്സിജന്റെ കേസിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്ത്, എനർജി ഫോം ചെയ്ത്. ഇനി പ്രസൻസ് ഓഫ് ഓക്സിജന്റെ കേസിൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും ഇതെല്ലാം ഫോം ചെയ്ത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ഇതിനൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, ഇതിനൊരു പറ്റിയൊരു എക്സ്പ്ലനേഷൻ തന്നെ നോക്കാം. In all cases, the first step is the breakdown of glucose, a 6 carbon molecule into a 3 carbon molecule called pyruvate. കടയാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രോസസ്സിലും ആദ്യം നടക്കണേ 6 കാർബൺ മോളിക്യൂൾ ആയ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റണം. പൈറുവേറ്റ് എന്താ? ഒരു 3 കാർബൺ മോളിക്യൂൾ ആണ്, അതിലേക്ക് മാറ്റണം. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. അത് ഞാൻ പറഞ്ഞാണ്. Further, the pyruvate may be converted into ethanol and carbon dioxide. പിന്നീട് എന്താ നടക്കണേ? പൈറുവേറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു, ഈ പൈറുവേറ്റിനെ എന്താക്കി മാറ്റുകയാണ്? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യണം. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ഈസ്റ്റ് ഡ്യൂറിങ് ഫെർമെന്റേഷൻ. ഫെർമെന്റേഷന്റെ കേസിലാണ് ഈ ഒരു നടക്കുന്നത്. എന്ത്? പൈറുവേറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്ത്? ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. This process takes place in the yeast during fermentation. Since this process takes place in the absence of oxygen, it is called anaerobic respiration. കണ്ട, ഈ ഒരു പ്രോസസ് എന്ത്? ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അനേറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്കെ, അടുത്താണ് ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ് യൂസിങ് ഓക്സിജൻ. ഓക്കെ,
അടുത്തതിൽ പൈറുവേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അത് എവിടെ നടക്കണേ? മൈറ്റോകോൺട്രിയയിലാണ് അത് നടക്കണേ. ദിസ് പ്രോസസ് breaks up 3 carbon pyruvate molecule to give 3 molecules of carbon dioxide. ഇതുകൊണ്ട് എന്താ? 3 carbon pyruvate molecule to give 3 molecules of carbon dioxide. കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എന്തിന്റെ കേസിലാണ്? ഓക്സിജന്റെ പ്രസൻസിലാണ്. അപ്പൊ ഇത് എയറോബിക് ആണ്. സോ breakdown of pyruvate using oxygen takes place in the mitochondria. This process breaks up the 3 carbon pyruvate molecule to give 3 molecules of carbon dioxide. Carbon dioxide കിട്ടാൻ break down ചെയ്യുന്നു. The other product is water. Since this process takes place in the presence of oxygen, it is called aerobic respiration. Text നോക്കി ഇരിക്കും മക്കളെ. Same points ആണ്, same lines ആണ്. The release of energy in this aerobic process is a lot greater than in an anaerobic process. So in aerobic process il produce ചെയ്യുന്ന energy anaerobic process നേക്കാളും ഭയങ്കര കൂടുതലാണ്. Sometimes when there is a lack of oxygen, ഓക്സിജനിൽ ലാക്ക് ഒക്കെ വന്നാ നമ്മൾ പറയില്ല മസിൽസിന്റെ കേസിൽ, in our muscle cells another pathway for the breakdown of pyruvate is taken. Here the pyruvate is converted into lactic acid, which is also 3 carbon molecules. ഒരു ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റാണ് ലാക്ക് ഓഫ് ഓക്സിജന്റെ കേസിൽ. അപ്പൊ ഒരു 3 carbon molecule തന്നെയാണ് ഈ ലാക്റ്റിക് ആസിഡ്. This buildup of lactic acid in our muscles during sudden activity causes cramps. അങ്ങനെ മസിൽ ക്രാംസ് ഉണ്ടാവും. ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാത്തിന്റെയും കറക്റ്റ് ഡെഫിനിഷൻ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചെടുത്തോ, ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഒരാഴ്ച മനസ്സിലാക്കിയാൽ മതി, പിന്നെ ഒന്നും മറക്കൂല. ഓക്കെ, ഇനി പ്ലാന്റ് സെല്ലർ റെസ്പിറേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലാസ് 10 ആണിത്. ഓക്കെ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഏത് കളർ എടുക്കും? ഓക്കെ, ഗ്രീൻ. Plants also use oxygen and release carbon dioxide during respiration. റെസ്പിറേഷനിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്? ഓക്സിജൻ എടുക്കും, റിലീസ് കാർബൺ ഡയോക്സൈഡ് നടക്കുന്നുണ്ട്. All parts of a plant, root, stem and leaves respire individually. So ഇതെന്താ പറയാന്ന് വെച്ചാൽ പ്ലാന്റ്സിന്റെ എല്ലാ പാർട്സും, പ്ലാന്റ്സിന്റെ പാർട്സ് ഏതൊക്കെ? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്. ഈ റൂട്ട്, സ്റ്റെമ്മും ലീവ്സ് എല്ലാം ഇൻഡിവിജ്വലി റെസ്പയർ ചെയ്യും. Gases do not need to be transported to other body parts of the plant. ഈ ഒരു ഗ്യാസസ് വേറെ ബോഡി പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്പിറേഷൻ ഇൻ roots of plants absorb air present in the soil by diffusion. So ഫസ്റ്റത്തെ കേസാണ് റെസ്പിറേഷൻ. റൂട്ട്സിൽ എങ്ങനെ റെസ്പിറേഷൻ നടക്കണമെന്ന് പഠിക്കാം. സോ റൂട്ട്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാന്റ്സിലുള്ള റൂട്ട്സ് എയർ പ്രസന്റ് ഇൻ ദ സോയിലുള്ള എയർ ഡിഫ്യൂഷൻ വഴി അബ്സോർബ് ചെയ്യും. The roots have small root hairs that are contact with the air pockets in the soil. So ഈ റൂട്ടിന് ഒരു ചെറിയ ഹെയർസ് ഉണ്ടാവും. ഈ ഹെയർസ് എന്താ ചെയ്യണേ? എയർ പോക്കറ്റ്സ് സോയിലുള്ള എയർ പോക്കറ്റ്സ് ഇന്ന് എന്താ ഈ എയർ ഓക്സിജനൊക്കെ അബ്സോർബ് ചെയ്യണം. കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ഇൻ ദ റൂട്ട് സെൽസ് ഇസ് എക്സ്പെൽ ത്രൂ റൂട്ട് എയർ ബൈ ഡിഫ്യൂഷൻ. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ ഈ റൂട്ട് ഹെയറിൽ കൂടെ തന്നെയാണ് എക്സ്പെൽ ചെയ്യുന്നത്. അതാണ് റെസ്പിറേഷൻ ഇൻ റൂട്ട്സ്. ഒട്ടും അധികം ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ പഠിക്കാൻ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു. അടുത്താണ് റെസ്പിറേഷൻ ഇൻ ലീവ്സിൽ റെസ്പിറേഷൻ എങ്ങനെ നടക്കണേ എന്നാണ് നമ്മളിനെ നോക്കണേ. ലീവ്സ് ഹാവ് ടൈനി പോഴ്സ് കോൾഡ് സ്റ്റൊമാറ്റ. നമ്മൾ സ്റ്റൊമാറ്റോനെ പറ്റി കുറെ പഠിച്ചതാണ് പാർട്ട് 1. ആ വീഡിയോ കണ്ട സ്റ്റൊമാറ്റോനെ പറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഈസിയാണ്. സ്റ്റൊമാറ്റോ എന്താണെന്നെല്ലാം കറക്റ്റ് ഡിഫൈൻ ചെയ്തതാണ്. So ഇവിടെ എന്താ പറയണേ? Leaves have tiny pores called stomata where the gaseous exchange takes place. Oxygen from air diffuses into stomata. So ഈ ഓക്സിജൻ gaseous exchange എല്ലാം നടക്കുന്ന എവിടെ? ഈ ടൈനി പോഴ്സിലാണ് സ്റ്റൊമാറ്റയുടെ. Oxygen from air diffuses into stomata and reaches all the cells from respiration. So oxygen നിന്ന് എയർ ഡിഫ്യൂസ് ചെയ്യുന്ന സ്റ്റൊമാറ്റയിലേക്ക് and reaches all the cells from respiration. റെസ്പിറേഷൻ കാരണം എന്താ? എല്ലാ സെല്ലിലും എത്തും. കാർബൺ ഡയോക്സൈഡ് ഓൾസോ ഡിഫ്യൂസസ് ഔട്ട് ഫ്രം ദി സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും ഡിഫ്യൂസ് ഔട്ട് ചെയ്യും. റെസ്പിറേഷൻ occurs in leaves during the day as well as night. Photosynthesis only occurs during the day. So respiration both day and night നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ആണെങ്കിലോ അത് only occurs during the day. സോ നമ്മുടെ ചാനൽ ആകെ ഇപ്പൊ 44 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ആദ്യമായിട്ടല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ റെസ്പിറേഷൻ ഇൻ എന്താ ലീവ്സും പഠിച്ചു. അടുത്തതാണ് റെസ്പിറേഷൻ ഇൻ സ്റ്റെം. സ്റ്റെമ്മിൽ റെസ്പിറേഷൻ എങ്ങനെയെന്ന് പഠിക്കാം. The air in case of stem diffuses into stomach and moves through different parts of the cell to respire. So, stem in the case, the air in case of stem diffuses into stomata. Stomata diffuse and moves through different parts of the cell to respire. During this stage, the carbon dioxide liberated is also diffused through the stomata. Stomata got diffuse. Lenticles are known to perform, is important. Lenticles are known to perform gaseous exchange in woody or higher plants. Okay, അതാണ് respiration in plants. Respiration in plants അധികം കണ്ടിട്ടില്ല, പക്ഷെ എന്നാൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് പഠിക്കാൻ പോണേ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡയഗ്രാം വരെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റെസ്പയർ എന്താന്ന് നമുക്ക് അറിയാം. റെസ്പിറേഷനിലാണ് നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ബ്രീത്തിങ് എല്ലാം നടക്കുന്നത്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെ? ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ എങ്ങനെ നമ്മുടെ നോസ്ട്രിൽസിൽ കൂടെ കയറി എങ്ങനെ നടക്കുക, എങ്ങനെ റെസ്പിറേഷൻ പ്രോസസ് നടക്കണം നമുക്ക് കംപ്ലീറ്റ് നോക്കാം. ഇതൊക്കെ in human beings, air is taken into the body through the nostrils. Human beings എയർ എങ്ങനെ എടുക്കണേ? നോസ്ട്രിൽസിൽ കൂടെയാണ്. ഞാൻ ഇപ്പൊ എയർ ഇൻടേക്ക് ചെയ്യുന്നത് എങ്ങനെ? നോസ്ട്രിൽസിൽ കൂടെയാണ്. The air passing through the nostrils is filtered by fine hairs that line the passage. So, ഈ നമ്മൾ അബ്സോർബ് ചെയ്യാൻ, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എയർ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നോസ്ട്രിൽസിൽ കുറച്ച് ഹെയർസ് ഉണ്ട്, ഫൈൻ ഹെയർസ് ഉണ്ട്, that line the passage. ഈ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ എയർ കയറി പോകാണല്ലോ, ഈ ഒരു പാത്തില് ഫുൾ ഹെയർസ് ഉണ്ട്. ഈ ഫൈൻ ഹെയർസ് ആണ് ഫിൽട്ടർ ചെയ്യണം. എന്ത് ഈ കയറുന്ന ഓക്സിജനിൽ എന്തെങ്കിലുമൊക്കെ എയറിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽട്ടർ ചെയ്യുന്നതാരാ? ഈ ഹെയർസ് ആണ്. The passage is also lined with mucus which helps in this process. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഈ ഒരു നോസ്ട്രിൽസിൽ മ്യൂക്കസും ഉണ്ട്. From here the air passes through the throat and into the lungs. അങ്ങനെ നോസ്ട്രിൽസിൽ കൂടെ കയറി എന്നിട്ട് നമ്മുടെ ത്രോട്ടിൽ കൂടെ പാസ് ചെയ്യും. നമ്മൾ ത്രോട്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ the air passes through the throat and into the lungs. എന്നിട്ട് ലങ്സിലേക്ക്. Rings of cartilage are present in throat. നമ്മുടെ ത്രോട്ടില് rings of cartilage ഉണ്ട്. ഈ rings of cartilageന്റെ യൂസ് എന്താ നോക്കാം. These ensure that the air passage does not collapse. ഈ ഒരു എയർ പാസേജ് കൊളാപ്സ് ആവാണ്ട് എൻഷുർ ചെയ്യാൻ തരാം ഈ rings of cartilage ആണ്. Within the lungs, the passage divides into smaller and smaller tubes which finally terminate into balloon-like structure, which are called alveoli. So, ഇത്രയും പഠിച്ചതൊന്ന് ജസ്റ്റ് റിവൈസ് നോക്കിയാൽ നിങ്ങളുടെ സ്വന്തം ഒരു എക്സാമ്പിൾ ആക്കി നോക്ക്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എയർ കയറുന്നു, നോസ്ട്രിൽസ് കൂടെ കയറുന്നു. നോസ്ട്രിൽസിൽ എന്തൊക്കെയുണ്ട്? ഫൈൻ ഹെയർസ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാ? ഡസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഫൈൻ ഹെയർസ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ത്രോട്ടിൽ കൂടെ ലങ്സിലേക്ക് വേണ്ടി. ത്രോട്ടിൽ എന്തുണ്ട്? റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ട്. റിങ്സ് ഓഫ് കാർട്ടിലേജ് എന്തിനു വേണ്ടിയുള്ളതാ? ഈ എയർ പാസേജ്, ഈ ഒരു റെസ്പിറേഷൻ കൊളാപ്സ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ ഒരു റിങ്സ് ഓഫ് കാർട്ടിലേജ്. എന്നിട്ട് നമ്മുടെ ലങ്സിലെത്തുമ്പോൾ ദ പാസേജ് ഡിവൈഡ്സ് ഇൻടു സ്മോളർ ആൻഡ് സ്മോളർ ട്യൂബ്സ്. നമ്മുടെ ലങ്സിലെത്തുമ്പോൾ ഈ ഒരു പാസേജ് ഡിവൈഡ് ചെയ്യും സ്മോളർ ആൻഡ് സ്മോളർ ട്യൂബ്സിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. അല്ല, ഓക്കെ, ദ പാസേജ് ഡിവൈഡ്സ് ഇൻടു സ്മോളർ ആൻഡ് സ്മോളർ ട്യൂബ്സിലേക്ക് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഫൈനലി ടെർമിനേറ്റ് ഇൻടു ഫൈനലി അവർ എവിടെ എത്തണേ? ബലൂൺ ലൈക്ക് സ്ട്രക്ചർ. ഈ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചറിന് എന്ത് പറയണേ? ആർ കോൾഡ് ആൽവിയോലൈ. ആൽവിയോലൈ എന്താന്ന് നോക്കാം. ഇതൊക്കെ എയർ കയറി ത്രോട്ടിൽ കൂടെ പോയി റിങ്സ് ഓഫ് കാർട്ടിലേജ് കൂടെ പാസ് ചെയ്ത് ലങ്സിലെത്തി. ഇവിടെയാണ് കണ്ട റിങ്സ് ഓഫ്, ഇവിടെയാണ് എന്ത്? ആൽവിയോലൈ. ഇതാണ് ആൽവിയോലൈ. ഈ ആൽവിയോലൈ എന്താന്ന് പഠിക്കാം. The alveoli provides a surface where the exchange of gases can take place. So, ഈ alveoli ഒരു surface നമുക്ക് പ്രൊവൈഡ് ചെയ്യണം ഈ ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി. The walls of the alveoli contain an extensive network of blood vessels. So,
നമ്മുടെ ആൽവിയോളയുടെ വോൾസിൽ എന്തൊക്കെയുണ്ട്? നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ്, എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. ആസ് വി ഹാവ് സീൻ ഇൻ ഏർലി ഇയേഴ്സ്, വെൻ വി ബ്രീത്ത് വി ലിഫ്റ്റ് അവർ റിബ്സ്. സോ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ റിബ്സ് എന്താ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. ആൻഡ് ഫ്ലാറ്റൻ അവർ ഡയഫ്രം, നമ്മുടെ ഡയഫ്രം ഫ്ലാറ്റൻ ചെയ്യണം. ആൻഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി ബിക്കംസ് ലാർജർ ആസ് എ റിസൾട്ട്. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി എന്നിട്ട് എന്ത് ചെയ്യും? ബിക്കംസ് ലാർജർ. സോ ഇതെന്ത് സംഭവം? Because of this, air is sucked into the lungs and fills the expanded alveoli. So, നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ആൽവിയോലൈ എക്സ്പാൻഡ് ആവും. എന്നിട്ട് ഈ എക്സ്പാൻഡ് ആയ ആൽവിയോലൈ എന്താ ഫില്ല് ചെയ്യാൻ ഈ ലങ്സിൽ. എയർ is sucked into the lungs and fills the expanded alveoli. The blood brings carbon dioxide from the rest of the body. എന്നിട്ട് ഈ ബ്ലഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലഡ് കാർബൺ ഡയോക്സൈഡ് റെസ്റ്റ് ഓഫ് ദ ബോഡി എന്ന് ബ്ലഡ് കാർബൺ ഡയോക്സൈഡ് കൊണ്ടുവരും for release into the alveoli, and the oxygen in the alveoli air is taken up by blood in the alveolar blood vessels to be transferred. So ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡിഫറെന്റ് പാർട്സിലുള്ള ബ്ലഡ് എല്ലാം കൊണ്ടുവരണം. The blood brings carbon dioxide from the rest of the body. ബ്ലഡിൽ എന്താ ഉള്ളത്? കാർബൺ ഡയോക്സൈഡ് ആണ് ഉള്ളത്. എന്തിനു വേണ്ടി? ആൽവിയോലയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഓക്സിജൻ, ആൽവിയോലയിലുള്ള ഓക്സിജനിൽ എന്താ ഇവര് ടേക്ക് ചെയ്യും? ഓക്സിജൻ എന്നിട്ട് ആൽവിയോലയിലുള്ള ഓക്സിജൻ എടുത്തിട്ട് ഇവരെന്താണ് വെസൽസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഓൾ ദി സെൽസ് ഓഫ് ദ ബോഡി. ബാക്കി സെൽസിലേക്ക് ഈ ഓക്സിജനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. During the breathing cycle, when air is taken in and let out, the lungs always contain a residual volume. So ഈ ഒരു ബ്രീത്തിങ് സർക്കിളിൽ ബ്രീത്ത് ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സേൽ ചെയ്യുമ്പോഴും നമ്മുടെ ലങ്സിൽ ഒരു റെസിജ്വൽ വോളിയം ഉണ്ട് ഓഫ് എയർ, സോ ദാറ്റ് there is sufficient time for oxygen to be absorbed and for the carbon dioxide to be released. ഭയങ്കര ഈസി അല്ലേ? അതി ജസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ ആക്കി മാറ്റാം. നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് ഓർക്കുക. ബ്രീത്ത് ചെയ്യുമ്പോൾ നോസ്ട്രൽസിൽ കൂടെ എന്നിട്ട് നോസ്ട്രൽസിലുള്ള എയർ ഇതെല്ലാം നമ്മൾ റിവൈസ് ചെയ്താ. എന്നിട്ട് ലങ്സിലെത്തുമ്പോൾ ആ പാസേജ് ഡിവൈഡ് ചെയ്യും. സ്മോൾ പാസേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തത് എന്തായി മാറിയാണ്? ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചറായി മാറിയാണ്. ഈ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ എന്താ? ആൽവിയോലൈ ആണ്. ആൽവിയോലൈ എന്താ? ആൽവിയോലൈ എന്താന്ന് വെച്ചാൽ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിൽ ആ സ്ട്രക്ചർ എന്താ ചെയ്യണേ? പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സർഫസ് ഏരിയ കൊടുക്കുകയാണ് ഈ ആൽവിയോലൈ. സോ നമ്മുടെ ബ്ലഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരണം. ഈ ബ്ലഡിലുള്ളത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ കാർബൺ ഡയോക്സൈഡ് ഇവിടെ എത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കളഞ്ഞ് ഓക്സിജൻ ടേക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഓക്സിജൻ കൊണ്ടുപോയി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് കൊടുക്കണം. ആൻഡ് ഈ എല്ലാ പ്രോസസ്സ്, ഈ ബ്രീത്തിങ് സൈക്കിൾ എല്ലാം നടക്കുമ്പോൾ നമ്മുടെ ലങ്സിൽ ഒരു റെസിജ്വൽ വോളിയം ഉണ്ടാവും. സോ ദാറ്റ് ദർ ഇസ് സഫീഷ്യന്റ് ടൈം ഫോർ ഓക്സിജൻ ടു ബി അബ്സോർബ്. സോ നമുക്ക് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ അത്യാവശ്യം ടൈമും ഉണ്ട്. ആൻഡ് ഫോർ ദ കാർബൺ ഡയോക്സൈഡ് ടു ബി റിലീസ്, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യാനും അത്യാവശ്യം ടൈം ഉണ്ടെന്ന് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റെസിജ്വൽ വോളിയം കീപ്പ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പാർട്ട് 2. നമ്മൾ റെസ്പിറേഷൻ പഠിച്ചു. പഠിക്കാവുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷന്റെ യൂസസ് എല്ലാം നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ പറ്റി ഫുൾ പഠിക്കാവുന്നതാണ്. ആരും ടെൻഷൻ അടിക്കണ്ട. സോ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലുള്ളത് തന്നെയാണ്. നമുക്ക് ആദ്യം പഠിക്കാം. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നൊക്കെ എല്ലാം പഠിക്കാം. സോ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഹാർട്ട്. സോ ഹാർട്ടിൽ എന്തൊക്കെ നടക്കണം ആദ്യം തന്നെ നോക്കാം. ഹാർട്ട് എന്താണെന്ന് നോക്കാം. The heart is a muscular organ which is as big as our fist. So heart ഒരു muscular organ ആണ്, നമ്മുടെ ഫിസ്റ്റിന് എത്ര ഉള്ളതാണ്. Because both oxygen and carbon dioxide have to be transported by the blood. Okay, നമ്മുടെ ഹാർട്ട് ഒരു മസ്കുലർ ഓർഗൻ ആണ്, നമ്മുടെ ഫിസ്റ്റിന് എത്രയുണ്ട്? കാരണം എന്താ? both the oxygen and carbon dioxide have to be transported by the blood. The heart has different chambers to prevent the oxygen-rich blood from mixing with blood containing carbon dioxide. സോ നമ്മുടെ ഹാർട്ടിൽ, ഇതാണ് നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടില് കുറച്ച് ഡിഫറെന്റ് ചേമ്പേഴ്സ് ഉണ്ട് ടു പ്രിവെന്റ് മിക്സിംഗ് അപ്പ് ഓഫ് oxygen rich blood with carbon dioxide rich blood. The carbon dioxide rich blood has to reach the lungs for the carbon dioxide to be removed, and the oxygenated blood from the lungs has to be brought back to the heart. This oxygen-rich blood is then pumped to the rest of the body. We can follow this diagram. So ഇതിൽ ഇത്രേ ഉള്ളൂ. നമ്മ ആദ്യം പഠിച്ച മസ്കുലർ ഓർഗൻ ആണ്. ഫിസ്റ്റിന് അത്രയുണ്ട്. കാരണം എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ റിച്ചും കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് എല്ലാം പറഞ്ഞു. ഇനി ഈ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ്
ഏതാ? കാർബൺ ഡൈ ഓക്സൈഡിന് പകരം നമുക്ക് ഡീഓക്സിനേറ്റഡ് എന്ന് പറയും. ഓക്സിനേറ്റഡ് അല്ലാത്തത്. ദ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഹാസ് ടു റീച്ച് ദ ലങ്സ് ഫോർ ദ കാർബൺ ഡൈ ഓക്സൈഡ് ടു ബി റിമൂവ്ഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ് ലങ്സിൽ എത്തണം. ലങ്സിൽ എത്തിയാലാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് ഓക്സിജൻ കയറുന്നത്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഓക്സിജൻ കിട്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. സോ നമ്മുടെ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡി ഒന്ന് തിരിച്ചെടുത്തോണ്ട് എന്നിട്ട് അത് ബ്ലഡ് എടുത്തോണ്ട് വന്നിട്ട് ബ്ലഡ് എവിടെ കൊണ്ടാ കൊടുക്കണ്ടേ? ലങ്സിൽ കൊണ്ട് കൊടുക്കണം. ലങ്സിലാണ് ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് റിമൂവ് ചെയ്ത് ഓക്സിനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റുന്നത്. And the deoxygenated blood from the lungs has to be brought. എന്നിട്ട് ഈ ലങ്സിൽ വെച്ച് ലങ്സിൽ ഡീഓക്സിനേറ്റഡ് റിമൂവ് ചെയ്ത് ഓക്സിജനേറ്റഡ് ആക്കി. ഇനി ഈ ബ്ലഡ് നമ്മൾ തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരണം. And the oxygenated blood from the lungs has to be brought back to the heart. ഈ ഹാർട്ടിലേക്ക് ഈ ബ്ലഡ് തിരിച്ചു കൊണ്ടുവരണം. This oxygen rich blood is then pumped to the rest of the body. എന്നിട്ട് ഈ ഓക്സിജൻ റിച്ച് ആയ ബ്ലഡ് എന്താ ചെയ്യണേ? ബാക്കി പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പമ്പ് ചെയ്യാം. Oxygen rich blood from the lungs come to the thin walled upper chamber of the heart on the left atrium. So ഇവിടെ നോക്കിയേ, ഇവരെന്താ പറയുന്നത് വെച്ചാൽ ഓക്സിജൻ റിച്ച് ബ്ലഡ് ജസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഞാൻ ഡയഗ്രാം വെച്ച് പഠിപ്പിച്ചു തരാം. ആരും ടെൻഷൻ അടിക്കണ്ട. സോ ഓക്സിജൻ റിച്ച് ബ്ലഡ് ലങ്സിലേക്ക് വരുന്നത് തിൻ വോൾഡ് അപ്പർ ചേംബറായ left atrium കൂടെയാണ്. The left atrium relaxes when it is collecting this blood. It then contracts while the next chamber, the left ventricle, relaxes so that the blood is transferred to it. When the muscular left ventricle contracts in its turn, the blood is pumped out to the body. So ഇവിടെ എന്താ പറയണെന്ന് വെച്ചാ, നമ്മൾ ആദ്യം പഠിച്ച ഓർക്കണ്ട ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിൽ പോയിട്ട് ഓക്സിജനേറ്റഡ് ആയി. അത് ആദ്യം ഓർക്കാം. ഡീഓക്സിനേറ്റഡ് ആയ ബ്ലഡ്, ഡീഓക്സിനേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ് ലങ്സിലേക്ക് പോയിട്ട് അവിടെ ആ ഒരു ബ്ലഡിനെ ഓക്സിജൻ റിച്ച് ആക്കി മാറ്റണം. ആ ഓക്സിജൻ റിച്ച് ആക്കിയ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ സപ്പോസ് ഇതാണ് ലെഫ്റ്റ്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് ഏട്രിയം. നമ്മുടെ ഓക്സിജൻ റിച്ച് ബ്ലഡ് എങ്ങോട്ട് വരുന്നത് വെച്ചാൽ, ഓക്സിജൻ റിച്ച് ബ്ലഡ് ഇവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചു. ഇത് ഈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരെയാണ്. ഈ ലെഫ്റ്റ് ഏട്രിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിൻ വോൾസ് എല്ലാം. ഈ ഒരു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം എന്താ ചെയ്യണേ? റിലാക്സ് ചെയ്യും. ലെഫ്റ്റ് ഏട്രിയം റിലാക്സ് ചെയ്യും. The left atrium relaxes when it is collecting this blood. It then contracts while the next chamber, the left ventricle. So അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുമ്പോ എന്താ ചെയ്യണേ? ഇത് ഓക്സിജൻ ബ്ലഡ് വരുമ്പോ ലെഫ്റ്റ് ഏട്രിയം റിലാക്സ് ചെയ്യും. ആ ടൈമില് പുറത്ത് ബ്ലഡ് ഏട്രിയത്തിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയി കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്നു. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ലെഫ്റ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതാണ് നമ്മുടെ വെൻട്രിക്കിൾ. ഇത് ഏട്രിയം, ഇത് വെൻട്രിക്കിൾ. ഇതാണ് ഏട്രിയം, ഇതാണ് വെൻട്രിക്കിൾ. ഈ ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് വേണം? വെൻട്രിക്കിളിലോട്ട് പമ്പ് ചെയ്യണം. ഈ ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ നടക്കണമെന്നറിയോ? ഏട്രിയം കോൺട്രാക്ട് ചെയ്യും. കണ്ട, ഏട്രിയം ബ്ലഡ് റിസീവ് ചെയ്തോണ്ടിരുന്നപ്പോ അതെന്തായിക്കൊണ്ടിരുന്നത്? റിലാക്സ് ചെയ്ത്. ഇനി ഏട്രിയം ബ്ലഡ് കൊടുക്കുമ്പോ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ആ ടൈം ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, വെൻട്രിക്കിൾ എന്ത് ചെയ്യും? ഏട്രിയത്തിന് ബ്ലഡ് കിട്ടിയപ്പോ ഏട്രിയം റിലാക്സ് ചെയ്യണം. അതുപോലെ തന്നെ വെൻട്രിക്കിളിന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരുമ്പോ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്താ ചെയ്യണേ? റിലാക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഫുൾ ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഈ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ലെഫ്റ്റ് വെൻട്രിക്കിൾ നമ്മുടെ ബോഡി പാർട്സിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഡ് പമ്പ് ചെയ്ത് വിടുകയാണ്. ഇനി ഒന്ന് റാഷ് റീഡ് ചെയ്ത് നോക്കി. Oxygen rich blood from the lungs comes to the thin walled upper chamber of the heart on the left atrium. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരികയാണ്. ലെഫ്റ്റ് ഏട്രിയം തിൻ വോൾഡ് ആണ്, അപ്പർ ചേംബർ ആണ് ഓൺ ദ ലെഫ്റ്റ്. അത് അതിനാ ലെഫ്റ്റ് ഏട്രിയം എന്നാണ് പറയുന്നത്. ദ ലെഫ്റ്റ് ഏട്രിയം റിലാക്സസ്. സോ ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഏട്രിയം റിലാക്സ് ചെയ്യും വെൻ ഇറ്റ് ഈസ് കളക്ടിങ് ദിസ് ബ്ലഡ്. ഓക്കെ, എന്നിട്ട് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞ് it then contracts while the next chamber, the left ventricle, relaxes. എന്നിട്ട് ഈ ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ഈ ലെഫ്റ്റ് ഏട്രിയം എന്താണ് കോൺട്രാക്ട് ചെയ്യും ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്താണ് റിലാക്സ് ചെയ്യും. So that the blood is transferred to it. When the muscular left ventricle contracts in its turn, the blood is pumped out. ഇനി ഈ മസ്കുലാർ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് നടക്കുമെന്നറിയോ? ദ ബ്ലഡ് ഇസ് പംപ്ഡ് ഔട്ട് ടു ദ ബോഡി. ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ്. എവിടെ when the left okay ഇതെല്ലാം പറഞ്ഞാണ്. Deoxygenated blood comes from the body to the okay. ഇപ്പൊ ലങ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് വിട്ട്. ഇനി നമ്മുടെ ബോഡിയിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ചറിയണ്ടേ? അത് നോക്കാം. Deoxygenated blood comes from the body to the upper chamber on the right atrium as it relaxes. So നമ്മുടെ എവിടെ ഓക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡ് പഠിച്ചില്ലേ, ആ സെയിം സാധനം തന്നെ റൈറ്റ് സൈഡിൽ നടക്കണം. പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ റൈറ്റ് ഏട്രിയത്തിലേക്ക് എന്താ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വരുന്നത്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിള് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡി പാർട്സ് എല്ലായിടത്തും പമ്പ് ചെയ്ത് കൊടുത്ത്. ഇനി ആ പമ്പ് ചെയ്തതെല്ലാം ഡീഓക്സിജനേറ്റഡ് ആയി മാറിയെന്ന് സപ്പോസ്. ഇനി ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം ഈ റൈറ്റ് ചേംബറിൽ വന്നാണ്, റൈറ്റ് ഏട്രിയത്തിൽ വന്നാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറുമ്പോൾ റൈറ്റ് ഏട്രിയം എന്ത് ചെയ്യും? ലെഫ്റ്റ് വെൻട്രിക്കിൾ ചെയ്ത അതേ പ്രോസസ്സ് റിലാക്സ് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഇനി ഈ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റൈറ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യും. ആ ടൈമിൽ റൈറ്റ് വെൻട്രിക്കിൾ എന്താണ് റിലാക്സ് ചെയ്യും. കണ്ടോ? ഇപ്പൊ ഇതില് ബ്ലഡ് കിട്ടുകയാണെങ്കിൽ ഇവർ റിലാക്സ് ചെയ്യണം, ആൻഡ് കൊടുക്കുകയാണ് കോൺട്രാക്ട് ചെയ്യണം. അത്ര മനസ്സിലാക്കിയാൽ മതി. സോ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ വരികയാണ്. ആ ടൈമിൽ റൈറ്റ് ഏട്രിയം എന്താണ് റിലാക്സ് ചെയ്യും, റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കയറാണ്. ആൻഡ് ബ്ലഡ് കയറി കഴിഞ്ഞ് അത് കഴിയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരണം. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് കൊടുക്കുമ്പോൾ റൈറ്റ് ഏട്രിയം എന്താണ് കോൺട്രാക്ട് ചെയ്യും. ഈ കോൺട്രാക്ട് ചെയ്യുന്ന ടൈമിൽ റൈറ്റ് വെൻട്രിക്കിൾ എന്താണെന്ന് അറിയോ? എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, കിട്ടുന്ന ആള് റിലാക്സ് ചെയ്യും, കൊടുക്കുന്ന ആള് കോൺട്രാക്ട് ചെയ്യും. റൈറ്റ് വെൻട്രിക്കിൾ ഇപ്പൊ റിസീവ് ചെയ്യണം, അതുകൊണ്ട് എന്താ റിലാക്സ് ചെയ്യണം. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് റൈറ്റ് വെൻട്രിക്കിൾ എന്താണെന്ന് അറിയോ? കോൺട്രാക്ട് ചെയ്യും. റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ള പല പാർട്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. റൈറ്റ് വെൻട്രിക്കിളിലുള്ള എന്താ ഡീഓക്സിജനേറ്റഡ് ബ്ലഡാ. അപ്പൊ ഈ ബ്ലഡ് എങ്ങോട്ടും ലങ്സിലേക്കും എന്താണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഓക്സിജനേറ്റഡ് അല്ലേ. ഇത് ഓക്സിജനേറ്റഡ് ആക്കാനായിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോകും. ഈ ഒരു പ്രോസസ്സ് നടക്കുക. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Okay. The deoxygenated blood comes from the body to the upper chamber on the right atrium. Kanda, just a diagram ഒന്ന് imagine ചെയ്ത് നോക്ക്. As it relaxes, as the right atrium contracts, the corresponding lower chamber, the right ventricle dilates. This transfers blood to the right ventricle, which in turn pumps to the ഞാൻ പറഞ്ഞ അതേ പ്രോസസ് തന്നെ. Deoxygenated blood റൈറ്റ് ഏട്രിയത്തിലോട്ട് തന്നെ ആ ടൈമിൽ റിലാക്സ് ചെയ്യാണ്. ആൻഡ് റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിന് കൊടുക്കുമ്പോൾ ആ ടൈമിൽ റൈറ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യാണ്. റൈറ്റ് വെൻട്രിക്കിൾ ആ ടൈമിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. റൈറ്റ് വെൻട്രിക്കിൾ കൊടുക്കുമ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ അങ്ങനെയല്ല, റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യണം. ആ ടൈമില് ബ്ലഡ് എങ്ങോട്ടാ പോണേ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ, നമുക്ക് എന്താ വേണ്ടേ? ഓക്സിജനേറ്റഡ് അല്ലേ. അപ്പൊ ഇത് എങ്ങോട്ടാ പോകണ്ടേ? ലങ്സിലേക്ക്. As the right atrium contracts, corresponding lower chamber, the right ventricle dilates. This transfer blood to the right ventricle, which in turn pump it to the lungs for oxygenation. കണ്ടാ, നമുക്ക് വേണ്ടത് എന്താ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സോ നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യണേ? ലങ്സിലേക്ക് പമ്പ് ചെയ്യണം ഫോർ ഓക്സിജനേഷൻ. Since ventricle have to pump blood into various organs, they have thicker muscular walls than atria. ഏട്രിയത്തിനേക്കാളും തിക്ക വോൾസ് ആണ് ആർക്കുള്ളത്? വെൻട്രിക്കിൾ. കാരണം വെൻട്രിക്കിള് ഈ ബ്ലഡിനെ പമ്പ് ചെയ്യാണ് ഓരോ സ്ഥലത്തേക്ക്. ലെഫ്റ്റ് ഏട്രിയം ബോഡിയിലേക്ക് പമ്പ് ചെയ്യണ, വൈൽ റൈറ്റ് ഏട്രിയം ലങ്സിലേക്ക് പമ്പ് ചെയ്യണം. കണ്ട, അതുകൊണ്ട് എന്താ വെൻട്രിക്കിൾസിന് മസ്കുലാർ വോൾസ് ആണ് ദാൻ ഏട്രിയ. Valves ensure that blood does not flow backward when the atrial ventricle contracts. So ഈ ട്രാൻസ്ഫർ എല്ലാം നടക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈ പമ്പ് ചെയ്യുന്ന ടൈമിലെല്ലാം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് ഡയറക്ഷനിലോട്ട് പോവാണ്.
ആ ഡയറക്ഷന് തിരിച്ചു വരാണ്ടിരിക്കാനായിട്ട് ആരെ എൻഷുർ ചെയ്യണേ? വാൽവ്സ് എൻഷുർ. Valves ensure that blood does not flow backwards when the atria or ventricles contract. Okay, അതാണ് എന്ത് ട്രാൻസ്പോർട്ടേഷനില് ഹ്യൂമൻ ബീങ്സിന്റെ ഹാർട്ടിന്റെ ഫങ്ഷൻ. സോ ഹാർട്ട് ജസ്റ്റ് റിവൈസ് നോക്കിയാൽ ഹാർട്ട് ഒരു മസ്കുലർ ഓർഗൻ ആണ് വിച്ച് ഇസ് ആസ് ബിഗ് ആസ് അവർ ഫിസ്റ്റ്. കാരണം എന്താ? എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് നടക്കുന്നുണ്ട് ആൻഡ് ഓരോ ബ്ലഡ് ഡിഫറെന്റ് ചേമ്പേഴ്സ് ഉണ്ട്. കാരണം ഈ ബ്ലഡ് ഓരോ ഡിയോക്സിനേറ്റഡ് ആയിരിക്കും, ഓക്സിനേറ്റഡ് ആയിരിക്കും. ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കാനായിട്ട് ഓരോ ചേമ്പേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് പറയുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡിന്റെ കാര്യം. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എവിടെ നിന്ന് വരെയാണ്? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പമ്പ് ചെയ്യണം. ലങ്സിലേക്ക് പമ്പ് ചെയ്തിട്ട് എന്താ? ലങ്സിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലങ്സിൽ വെച്ച് ഡിയോക്സിനേറ്റഡിനെ ഓക്സിനേറ്റഡ് ആക്കി മാറ്റണം. ഓക്സിനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരണം, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ എന്നത് ഏതാ? ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ്. ഈ ഓക്സിജൻ റിച്ച് ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യണം എങ്ങോട്ട്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ലെഫ്റ്റ് ഏട്രിയ ആ ടൈമിൽ റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഏട്രിയ എന്ത് ചെയ്യും? പമ്പ് ചെയ്യും. ആർക്ക്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആ ടൈമില് ലെഫ്റ്റ് ഏട്രിയം എന്താ ചെയ്യണേ? ഇറ്റ് കോൺട്രാക്ട്സ്. ആ ടൈമിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്താ ചെയ്യണേ? റിലാക്സസ്. എന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് പമ്പ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണേ? കോൺട്രാക്ട്സ്. ഓക്കെ, ആ ഒരു പാർട്ട് ക്ലിയർ ആയ ആ ഒരു കണ്ടിന്യൂസ് സൈക്കിളാണ് നടക്കണേ. ഇനി റൈറ്റ് ഏട്രിയത്തിലേക്ക് എപ്പോഴാണ് ബ്ലഡ് തന്നെ? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് പമ്പ് ചെയ്യുന്നത് ഓക്സിജനേറ്റർ ആണ്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ ഓക്സിജൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഡീഓക്സിനേറ്റഡ് ആവും. എന്നിട്ട് ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ഇങ്ങോട്ടാ കൊണ്ടുവരണേ? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് കൊണ്ടുവരണേ. ഇങ്ങോട്ടാ? ഈ റൈറ്റ് ഏട്രിയത്തിലേക്കാണ് കൊണ്ടുവരണേ. റൈറ്റ് ഏട്രിയം ആ ടൈമിൽ ഞാൻ പറഞ്ഞ റിലാക്സ് ചെയ്യും. എന്നിട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് റൈറ്റ് ഏട്രിയത്തിന് കിട്ടിക്കഴിയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിന് ട്രാൻസ്ഫർ ചെയ്യും. ആ ടൈമിൽ റൈറ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യും, റൈറ്റ് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യും. എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിൾ ലങ്സിലേക്ക് പമ്പ് ചെയ്യും. ലങ്സിൽ വെച്ച് എന്താ നടക്കണം? ലങ്സിൽ വെച്ച് ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ഓക്സിനേറ്റഡ് ആക്കി മാറ്റിയാണ്. സെയിം പ്രോസസ് കണ്ടിന്യൂ. തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും, പമ്പ് ചെയ്യും, ബോഡിയിലേക്ക് പോകും. ബോഡിയിൽ നിന്ന് തിരിച്ച് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും, പമ്പ് ചെയ്യും. എങ്ങോട്ട്? ലങ്സിലേക്ക് പോകും, തിരിച്ച്. സെയിം പ്രോസസ്. സിമ്പിൾ ആണ്, ഭയങ്കര. ജസ്റ്റ് ഈ ഡയഗ്രാം നോക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ഭയങ്കര ഈസിയസ്റ്റ് ആണ്. ഇനി നീഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ദ റൈറ്റ് സൈഡ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. നമുക്ക് എന്തിനാ ഈ റൈറ്റ് സൈഡിന്റെയും ലെഫ്റ്റ് സൈഡിന്റെയും സെപ്പറേഷൻ ഹാർട്ടിൽ? അത് നോക്കാം. ഓക്സിജൻ enters the blood in the lungs. The separation of the right side, ഇവിടെ നോട്ട് നോക്കിയാൽ മതി. The separation of the right side and the left side of a heart is useful to keep oxygenated and deoxygenated blood from mixing. So ഈ ഒരു സെപ്പറേഷൻ എന്തിനാന്ന് വെച്ചാൽ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിനേറ്റഡ് ബ്ലഡും മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ, അല്ലെ ഈ ഒരു സെപ്പറേഷൻ. Such separation allows a highly efficient supply of oxygen to the body. അതുകൊണ്ട് എന്താ? ഒരു ഹൈലി എഫിഷ്യന്റ് സപ്ലൈ ഉണ്ടാവും ബോഡിയിലേക്ക്, എന്തോ ഓക്സിജന്റെ. This is useful in animals that have high energy needs. High energy needs ആവശ്യമുള്ള അനിമൽസിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. Such as birds and mammals which constantly use energy to maintain their temperature. So ഈ ബേർഡ്സ് ആൻഡ് മാമൽസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ എനർജി യൂസ് ചെയ്തിട്ടാണ് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണത്. സോ ഇവർക്കൊക്കെ നല്ല എനർജിയുടെ ആവശ്യമുണ്ട്. സോ ഇവർക്ക് നല്ല ഹൈലി എഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ വേണം. ഇവർക്ക് അതുകൊണ്ട് എന്താ സെപ്പറേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് ഹാർട്ട് എന്താ ഭയങ്കര സെപ്പറേഷൻ ഓഫ് എവിടെ ഓക്സിജനേറ്റഡ് ആൻഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഭയങ്കര നെസസറി ആണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്, ബെനിഫിഷ്യറി ആണ്. ഓക്കെ, ഇനി ഇൻ ആനിമൽസ് ദാറ്റ് ഡു നോട്ട് യൂസ് എനർജി ഫോർ ദിസ് പർപ്പസ് ദ ബോഡി ടെമ്പറേച്ചർ നമ്മളൊക്കെ എന്താ ചെയ്യണേ? ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടാണ് എന്റെ ബോഡിയുടെ ടെമ്പറേച്ചർ മാറണേ? അല്ല, നമ്മുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻ, അല്ല ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻവയൺമെന്റ്. In animals that do not use energy for this purpose, the body temperature depends on the temperature in the environment. Environment in the temperature അനുസരിച്ചിരിക്കും എന്ത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. Such animals like, അപ്പൊ ഫസ്റ്റ് പാർട്ട് മനസ്സിലായല്ല, സെപ്പറേഷൻ ഓഫ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിയോക്സിനേറ്റഡ് ഓക്സിജനേറ്റഡും സെപ്പറേഷൻ നല്ലതാണ്. കാരണം എന്താ? ഹൈലി എഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ വേണ്ട ഓർഗാനിസം അല്ലെങ്കിൽ അനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സോ ബേർഡ്സ് ആൻഡ് മാമൽസിന് ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം എന്താ? ഇവരവരുടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് അവരുടെ എനർജി യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ അവർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. പക്ഷെ നമ്മൾ ചേഞ്ച് ചെയ്ത് അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് എന്താ? ദ ബോഡി ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഇൻ ദ എൻവയൺമെന്റ്. സച്ച് ആനിമൽസ് ലൈക്ക് ആംഫിബിയൻസ് ഓർ മെനി റെപ്റ്റൈൽസ് ഹാവ് 3 chambered head.
ഈ animals like amphibians or many reptiles, amphibians and reptiles ഒക്കെ 3 chambered hearts ആണ്. And so tortoise അവർക്കൊക്കെ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും കുറച്ച് മിക്സ് ആയാലും ഒന്നും കുഴപ്പമില്ല. Fishes on the other hand have only 2 chambers to the heart. ഫിഷസിന്റെ കേസിലാണെങ്കിലും ആകെ 2 ചേംബർ ഉള്ളൂ. And the blood is pumped to the gills and is oxygenated there. അപ്പം ഇവരുടെ കേസിൽ ഗിൽസിൽ വെച്ചാണ് ഓക്സിജനേറ്റഡ് ആവണേ ആൻഡ് പാസസ് ഡയറക്ട്ലി ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. എന്നിട്ട് എന്താ റെസ്റ്റ് ഓഫ് ദ ബോഡിയിലേക്ക് ഡയറക്ട്ലി പാസ് ചെയ്യണം. Thus blood goes only once through the heart in the fish during one cycle of passage. So ഒരു സൈക്കിളില് ആകെ ബ്ലഡ് ഗോസ് ഓൺലി വൺസ് ത്രൂ ദ ഹാർട്ട് ഇൻ ദ ഫിഷ് ഡ്യൂറിംഗ് വൺ സൈക്കിൾ ഓഫ് പാസേജ് ത്രൂ ദ ബോഡി. On the other hand, it goes through the heart twice during each cycle in other vertebrates. This is known as double circulation. എന്താ ഡബിൾ സർക്കുലേഷൻ? 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. സോ ഇപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചേ? ഡിയോക്സിനേറ്റഡ് ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ്സിന്റെ സെപ്പറേഷൻ ബെനിഫിഷ്യൽ ആണോ ഇമ്പോർട്ടന്റ് ആണോ എന്നൊക്കെയാണ് പഠിച്ചത്. നമ്മൾ എന്താ പഠിച്ചേ? ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹൈ എനർജി നീഡ്സ് ഉള്ളവർക്കെല്ലാം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബേർഡ്സ് ആൻഡ് മാമൽസ് അവർ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന അവർ എനർജി യൂസ് ചെയ്തതാണ്. സോ അവർക്ക് നല്ല എനർജി വേണം. അതിനുവേണ്ടി ഈ ഒരു എഫിഷ്യൻ സപ്ലൈ ആവശ്യമുണ്ട്. ഇനി അനിമൽസ് ദാറ്റ് ഡു നോട്ട് യൂസ് എനർജി, നമ്മുടെ കേസിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ എൻവയൺമെന്റ്. സച്ച് അനിമൽസ് ലൈക്ക് ആംഫിബിയൻസ് ഓർ മിനി റെപ്റ്റൈൽസ് ഹാവ് 3 ചേംബർ. ഇനി ആംഫിബിയൻസിനും റെപ്റ്റൈൽസും ഒക്കെ എന്താ 3 ചേംബർ ഹാർട്ട്സ് ആണ്. അവർക്ക് കുറച്ച് മിക്സ് ആയാലൊന്നും കുഴപ്പമില്ല. And tolerate some mixing. Okay. Fishes എന്താ? Fishes on the other hand have only 2 chambers to their hearts. അവരുടെ ഹാർട്ട്സ് ആകെ 2 ചേംബർ ഉള്ളൂ. And the blood is pumped to the gills, is oxygenated there and passes directly to the rest of the body. Thus blood goes only അങ്ങനെ ബ്ലഡ് ആകെ ഒരു പ്രാവശ്യമാണ് അവരുടെ ഹാർട്ടിലൂടെ പോകുള്ളൂ. Fish during one cycle of passage through the body. On the other hand, വേറെ കേസിൽ it goes through the heart twice. 2 പ്രാവശ്യം ഹാർട്ടിലൂടെ പോകും വേറെ വേർട്ടിബ്രറ്റ്സിൽ. ഈ ഒരു സിറ്റുവേഷൻ അല്ലെ ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ, it goes through the heart twice during a cycle. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്താ പറയുക, ഡബിൾ സർക്കുലേഷൻ. വാട്ട് ഈസ് ഡബിൾ സർക്കുലേഷൻ? ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡബിൾ സർക്കുലേഷൻ? വാട്ട് ഈസ് ഡബിൾ സർക്കുലേഷൻ? ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. അത് ഭയങ്കര ചെറുതാണ്, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഹാർട്ട് നന്നായിട്ട് പഠിച്ചു. ഹാർട്ട് നല്ല ഈസി ആയിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പഠിച്ചു. സെപ്പറേഷൻ നമ്മൾ പഠിച്ചു. മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒരാശയം കണ്ട് ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വെച്ച് പഠിച്ചാൽ മാത്രം മതി, എന്തായാലും മനസ്സിലായിരിക്കും. ഇനി നമ്മുടെ ബ്ലഡ് സപ്ലൈ ആണ്. ബ്ലഡ് വെസൽസിനെ പറ്റി പഠിക്കാം. ഓക്കെ, ബ്ലഡ് വെസൽസ് ക്യാരി ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ആർട്ടറി എന്താന്ന് പഠിക്കാം. എന്താണ് ആർട്ടറി? ആർട്ടറി കേട്ടിട്ടുണ്ടായിരുന്നു. 9th-ലോ 8th-ലോ ആർട്ടറി ഉണ്ടോ എനിക്കറിയില്ല. സോ നമുക്ക് എന്തായാലും 10th പഠിക്കാനുണ്ട്. സോ നമുക്ക് ആർട്ടറി എന്താന്ന് പഠിക്കാം. Arteries are the vessels which carry blood away from the heart to various organs of the body. ആർട്ടറി നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യണ ബ്ലഡിന് വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്ന ആരാ? ആർട്ടറി ആണ്. Since the blood emerges from the heart under high pressure of the arteries. Okay, so നമ്മൾ എന്താ പഠിച്ചത്? ഹാർട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് റെസ്റ്റ് ഓഫ് ദ ബോഡിയിലേക്ക്. അപ്പൊ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് ആര്? ആർട്ടറി. ഹാർട്ട് നല്ല പ്രഷറിലാണ് ബ്ലഡ് പമ്പ് ചെയ്യണേ. അതുകൊണ്ട് എന്താ ആർട്ടറീസിന് നല്ല തിക്ക് വാൾസ് ആണ് ഉള്ളത്. Since the blood emerges from the heart under high pressure, the arteries have thick elastic walls. എന്നിട്ട് ഇവരൊരു ഓർഗൻ അല്ലെങ്കിൽ ഒരു ടിഷ്യൂല് എത്തിയ ആർട്ടറി ഡിവൈഡ്സ് ഇൻടു സ്മോളർ ആൻഡ് സ്മോളർ വെസൽസ് ടു ബ്രിങ് ദ ബ്ലഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇൻഡിവിജ്വൽ. സോ ഒരു ടിഷ്യൂല് അല്ലെങ്കിൽ ഒരു ഓർഗനിലൊക്കെ എത്തിയ ഇൻഡിവിജ്വൽ സെൽസ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇവരെന്താ സ്മോളർ വെസൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. The smallest vessels have walls which are 1 cell, and ഇവരുടെ സ്മോളസ്റ്റ് വെസൽ ഏതാ? ഒരു 1 cell തിക്കായ ആൻഡ് കോൾഡ് കാപ്പിലറീസ് ആയി മാറും. ഇതെന്തിനു വേണ്ടിയാണ്? ടിഷ്യൂസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓരോ സെൽസിനും ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് സറൗണ്ടിങ് സെൽസ് ടേക്സ് പ്ലേസ് അക്രോസ് ദിസ് തിൻ വാൾ. ഈ ഒരു തിൻ വാളിന്റെ അക്രോസ് ആണ് എന്ത് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് എല്ലാം നടക്കുന്നത്. The capillaries join together to form veins that convey the blood away from the organ or tissue. എന്നിട്ട് ഈ കാപ്പിലറീസ് എല്ലാം കൂടി ഒരു വെയിൻ ആയിട്ട് ഫോം ചെയ്യും. എന്നിട്ട് ഈ ബ്ലഡ് എല്ലാം എടുത്ത് കൊണ്ടുപോകുന്നത് ആരാ? ഈ വെയിൻസ് ആണ്. ഓക്കെ, വെയിൻസിനെ പറ്റി നമുക്ക് മെയിൻ ആയിട്ട് അടുത്ത് പഠിക്കാം.
ആർട്ടറി എന്താണെന്ന് രാഷ്ട്രം ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെ ഹാർട്ട് ആണ് ബ്ലഡ് പമ്പ് ചെയ്യണേ എങ്ങോട്ട്, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക്. ഈ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവന്നാരാ? ബ്ലഡ് കൊണ്ടുവന്നാണ് ആർട്ടറി. ഈ ആർട്ടറി ബ്ലഡ് കൊണ്ടുപോകുന്നുണ്ട് അത് ഹാർട്ടിന്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര ഹൈ പ്രഷറിലാണ് എന്ത് ബ്ലഡ് വരുന്നത്. അതുകൊണ്ട് ഇതിന് നല്ല തിക്കും എലാസ്റ്റിക് വോൾസും ആണ് ഉള്ളത്. ആൻഡ് ഈ ആർട്ടറീസ് ഓരോ സെൽസ് ഓരോ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻസിൽ എത്തിക്കഴിയുമ്പോൾ ഡിവൈഡ്സ് ഇൻ ടു എന്താ സ്മോളർ ആൻഡ് സ്മോളർ വെസൽസ്. ഈ ഓരോ സെൽസ് ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി സ്മോൾ വെസൽസ് ആയി മാറുകയാണ്. ഇത് വൺ സെൽ തിക്കായി മാറും. ഇതിനെയാണ് കാപ്പിലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ അത്രയും പഠിക്കാനുള്ളൂ. ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ആ ടെസ്റ്റിലുള്ള സെയിം പോയിന്റ് ആണ് ഡോൺ വറി. അടുത്താണ് വെയിൻസ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു വെയിൻസ് ആണ് ബ്ലഡ് കൊണ്ടുപോകണേന്ന് പഠിച്ചായിരുന്നു. നമുക്ക് വെയിൻസിനെ പറ്റി ശേഖരം പഠിക്കാം. വെയിൻസ് കളക്ട് ദ ബ്ലഡ് ഫ്രം ഡിഫറെന്റ് ഓർഗൻസ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ ഹാർട്ട്. കണ്ട, ഈ വെയിൻ ആണ് ഈ ബ്ലഡ്സ് എല്ലാം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നല്ല ഡിഫറെന്റ് ഓർഗൻസിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആരാ? വെയിൻസ് ആണ്. അവർക്ക് തിക്ക് വോൾസ് ആവശ്യമില്ല, കാരണം ബ്ലഡ് ഇസ് നോ ലോങ്ങർ അണ്ടർ പ്രഷർ. ഇൻസ്റ്റെഡ് ദേ ഹാവ് വാൽവ്സ്. അപ്പൊ ഇവർക്ക് എന്താ തിക്ക് വോൾസ് ആവശ്യമില്ല. കാരണം എന്താ, ഇവര് ഹാർട്ടിന്റെ പ്രഷറിലല്ല, ഒന്നിന്റെ പ്രഷറിലല്ല. അതുകൊണ്ട് ഇവർക്ക് എന്താ തിക്ക് വോൾസ് ആവശ്യമില്ല. പിന്നെ ഇൻസ്റ്റെഡ് അതിന് പകരം അവർക്ക് എന്താ ഉള്ളത്? They have valves that ensure that the blood flows only in one direction. ബ്ലഡ് ആകെ ഒരു ഡയറക്ഷനിലെ ഫ്ലോ ആവുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി എന്താ ഉള്ളേ? വാൽവ്സ് ഉണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ബ്ലഡ് വെസൽസിന്റെ ഈ ഒരു വാട്ട് ഹാപ്പൻസ് ഇഫ് ദിസ് സിസ്റ്റം ഓഫ് ട്യൂബ്സ് ഡെവലപ്പ് എ ലീക്ക്. ഇതിലൊരു ലീക്ക് ഒക്കെ ഉണ്ടായി എന്ത് പറ്റും? Situations when we are injured and start bleeding. Naturally, the loss of blood from the system has to be minimized. So, നമുക്ക് ഇപ്പൊ എന്താ ഓക്കെ, ഈ ഒരു ബ്ലേഡും ഉണ്ട്, എന്റെ കൈ മുറിഞ്ഞ് എന്നിട്ട് ഈ ബ്ലഡ് നിക്കണ്ടേ? അപ്പൊ ഈ ബ്ലഡ് നിന്നില്ലെങ്കിൽ എന്ത് പറ്റും? നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ആവും. സോ ദ ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ സിസ്റ്റം ഹാസ് ടു ബി മിനിമൈസ്. ഇതിന് മിനിമൈസ് ചെയ്യണം. In addition, leakage would lead to a loss of pressure which would reduce the efficiency of. അപ്പൊ ഭയങ്കര ലീക്ക് ഉണ്ടെങ്കിൽ പ്രഷറൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, അതല്ല അതുപോലെ. അപ്പൊ അതിനു വേണ്ടിയുള്ളതാണ് ടു അവോയ്ഡ് ദിസ് ദ ബ്ലഡ് ഹാസ് പ്ലേറ്റ്ലെറ്റ്സ്. ബ്ലഡിൽ എന്തുണ്ട്? പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് വിച്ച് സർക്കുലേറ്റ് അറൌണ്ട് ദ ബോഡി ആൻഡ് പ്ലഗ് ദീസ് ലീക്സ് ബൈ ഹെൽപ്പിംഗ് ടു ക്ലോട്ട് ദ ബ്ലഡ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, കൈ മുറിഞ്ഞ കുറച്ചേരം കഴിയുമ്പോൾ തന്നെ ആ ബ്ലഡ് വരലൊക്കെ നിൽക്കും. ആദ്യം തന്നെ കുറെ ബ്ലഡ് ഒക്കെ വരും, പിന്നെ ആ വരവിൽ അങ്ങനെ നിൽക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിന്റെ റോളാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ. ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യണേ? വിച്ച് സർക്കുലേറ്റ് അറൌണ്ട് ദ ബോഡി ആൻഡ് പ്ലഗ് ദീസ് ലീക്സ്. ഈ ലീക്സ് എല്ലാം പ്ലഗ് ചെയ്യും ബൈ ഹെൽപ്പിംഗ് ടു ക്ലോട്ട് ദ ബ്ലഡ്. ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യും അങ്ങനെ അറ്റ് ദീസ് പോയിന്റ് ഓഫ് ഇഞ്ചറി. അങ്ങനെ ഇഞ്ചറി നടന്ന പോയിന്റിൽ എന്ത് പറ്റും? ക്ലോട്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഈ ഒരു ബ്ലഡ് കൊണ്ട് എന്റെ ഫിംഗർ കട്ടായി ചോദിച്ചോ, ഫിംഗർ കട്ടായി കഴിഞ്ഞാൽ കുറെ ബ്ലഡ് പോകും. ആദ്യമൊക്കെ ബ്ലഡ് പോകും. പക്ഷെ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന എന്ത് പറ്റും? പ്രഷറൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്താ വേറെ സിസ്റ്റം ഉണ്ട്. ബ്ലഡ് കുറച്ച് പോകുമ്പോൾ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് കവർ ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സ് വന്ന് കവർ ചെയ്യുമ്പോൾ എന്താ നടക്കണേ? പ്ലേറ്റ്ലെറ്റ്സ് വന്ന് കവർ ചെയ്യുമ്പോൾ ഈ ബ്ലഡിന്റെ ലീക്ക് കുറയും. അതാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ റോള്. ഓക്കെ, അതും മനസ്സിലായി. അടുത്തതാണ് നമ്മുടെ ലിംഫ്. ഇനി കുറച്ചുകൂടി ഉള്ളൂ. ഇനി ഇതോടെ ഈ ലിംഫിന്റെ പാർട്ട് കൂടി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. ലിംഫ്, ദർ ഇസ് അനദർ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഓൾസോ ഇൻവോൾവ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനിൽ വേറൊരു ടൈപ്പ് ഫ്ലൂയിഡും കൂടി ഉണ്ട്. ഇതിനെയാണ് ലിംഫ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിനാണ് ലിംഫ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം പഠിച്ച ആർട്ടറി ഉണ്ട്, വെയിനും ഉണ്ട്. ഇനി മൂന്നാമത്തെയാണ് എന്ത്? ഈ ലിംഫ്. ദിസ് ഇസ് കോൾഡ് ലിംഫ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ്. Through the pores present in the walls of capillaries, some amount of plasma. So ഈ capillaries ഉള്ള walls ഇത് വൺസ് തിക്കാണ് ഈ capillaries. അപ്പൊ ഇതിൽ ചെറിയ ലീക്ക് അങ്ങനെ ഹോൾസ് അങ്ങനെ ഇതിലൊക്കെ വരും. ആ capillaries some amount of plasma, proteins and blood cells escape. അപ്പൊ ഈ പ്ലാസ്മയും പ്രോട്ടീൻസും ബ്ലഡ് സെൽസ് എല്ലാം എസ്കേപ്പ് ചെയ്യും ഇന്റർസെല്ലുലാർ സ്പേസസിൽ. ഇതിന്റെ ഇടയിലോട്ടുള്ള സ്പേസസിലേക്ക് ഇത് എസ്കേപ്പ് ചെയ്യും ടു ഫോം ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഓർ ലിംഫ്. ഈ ലിംഫ് ഫോം ചെയ്യുന്ന എങ്ങനെ? കാപ്പിലറീസിൽ നിന്ന് എന്താ പ്ലാസ്മ, പ്രോട്ടീൻ ആൻഡ് ബ്ലഡ് സെൽസ് എസ്കേപ്പ് ചെയ്യും ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക്. ദ ടിഷ്യൂ ടു ഫോം ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഓർ ലിംഫ്. ഇറ്റ് ഇസ് സിമിലർ ടു ദ പ്ലാസ്മ ഓഫ് ബ്ലഡ് ബട്ട് കളർലെസ്. പ്ലാസ്മ പോലെ തന്നെയാണ്, പക്ഷെ കളർലെസ് ആണ്. ആൻഡ് കണ്ടെയ്ൻ ലെസ് പ്രോട്ടീൻ.
Lymph drain into lymphatic capillaries from intercellular spaces, which join to form large lymph vessels that finally open into large veins. So, ഈ ലിംഫിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയാണ്. Lymph carries digested and absorbed fat from the intestine and drains excess fluid from extracellular space back into the blood. So ലിംഫിനെ പറ്റി ആകെ കുറച്ച് പഠിച്ചാൽ മതി. ലിംഫ് എന്താ, ലിംഫ് എങ്ങനെ ഫോം ചെയ്യണമെന്ന് പഠിക്കണം. ലിംഫിന്റെ വേറെ പേരെന്താ, ടിഷ്യൂ ഫ്ലൂയിഡ് ഓർ ലിംഫാറ്റിക് ഫ്ലൂയിഡ്. ഓക്കെ, അതൊക്കെ. ലിംഫ് എങ്ങനെ ഫോം ചെയ്യണേ, പ്രോട്ടീൻസ്, പ്ലാസ്മാസ്, ബ്ലഡ് സെൽസിൽ ഇതെല്ലാം ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് എസ്കേപ്പ് ചെയ്യും. എവിടെ നിന്ന്? ഈ കാപ്പിലറീസിൽ. ഇങ്ങനെയാണ് നമ്മുടെ എന്താ ലിംഫ് ഫോം ചെയ്യുന്നത്. ഈ ലിംഫില് എന്താ ഇവർ ക്യാരി ചെയ്യണേ? ഡൈജസ്റ്റഡ് ഓർ അബ്സോർബ് ഫാറ്റ്സ് ആണ് ഇവർ ക്യാരി ചെയ്യണേ. ഈ ലിംഫ് എന്താ, ഇത് സിമിലർ ടു പ്ലാസ്മ പോലെ തന്നെ കളർലെസ് ആണ് ആൻഡ് കണ്ടെയ്ൻസ് ലെസ് പ്രോട്ടീൻ. ഇത്രേ ഉള്ളൂ ലിംഫിന്റെ കേസിൽ. ഇനി ട്രാൻസ്പോർട്ടേഷൻ പ്ലാന്റ്സ്. അപ്പൊ ആർട്ടറീസ് പഠിച്ച്, വെയിൻസ് പഠിച്ച്, ലിംഫും പഠിച്ച്. ഭയങ്കര ഈസി. ആർട്ടറീസ് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് കൊണ്ടുപോകും, വെയിൻസ് നമ്മുടെ ബോഡി പാർട്സിന് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരും, ലിംഫ് എന്താ ചെയ്യണേ, ഫാറ്റ്സ് ക്യാരി ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്ക് നോക്കാം. The tissues present in plants which help in the transport of material from one part to other are known as conductive tissue. അപ്പൊ ഈ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണതിനാണ് കണ്ടക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. The plants have two types of conducting tissues called xylem and phloem. So പ്ലാന്റ്സിലുള്ളത് എന്താ, രണ്ട് ടൈപ്പ് ഓഫ് കണ്ടക്ടിങ് ടിഷ്യൂസ് ഉണ്ട്, സൈലമും ഫ്ലോയം. Xylem tissues carries water and minerals. Xylem എന്താ ക്യാരി ചെയ്യണേ, മറക്കരുത്. സൈലം എന്താ ക്യാരി ചെയ്യണേ, വാട്ടറും മിനറൽസും. ഫ്ലോയം എന്താ ക്യാരി ചെയ്യണേ, ഫുഡ് പ്രിപ്പയർഡ് ബൈ പ്ലാന്റ്സ്. ഫ്ലോയം ഓൾസോ ക്യാരീസ് എ ഹോർമോൺ. ഫുഡ് prepared by plants. Phloem also carries a hormones made by the plants in the root and shoots. എത്ര ദിവസം ഓർത്ത് വെച്ചാൽ സൈലം, വാട്ടർ, മിനറൽസും, ഫ്ലോയം എന്താ മറ്റേ ഫുഡ് പ്രൊഡ്യൂസ് ബൈ പ്ലാന്റ്. അത് ദിവസം ഓർക്കാം. ഇനി നമുക്ക് സൈലത്തിനെ പറ്റി മാത്രം ഇട്ട് പഠിക്കാം. Plants require water for making food by the process of photosynthesis. So photosynthesis വഴിയാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കണേ. ഇതിനു വേണ്ടി ഇവർക്ക് എന്ത് ആവശ്യമുണ്ട്, ഇവർക്ക് വാട്ടർ ആവശ്യമുണ്ട്. They also require minerals also to be absorbed from the soil. അതിന്റെ കൂടെ തന്നെ ഇവർക്ക് മിനറൽസ് വേണം. ഈ മിനറൽസ് ഇവർക്ക് കിട്ടുന്നത് എങ്ങനെ, ഈ സോയിൽ ഇന്ന് റൂട്ട്സ് അബ്സോർവ് ചെയ്തെടുക്കുന്നതാണ് ഈ മിനറൽസ്. The plants are transported to various parts like that. എന്നിട്ട് ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യണം to various parts like stem, leaves and flowers. ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. The water and minerals move from the roots through two kinds of elements of xylem tissue: xylem vessels and xylem tracheids. Xylem vessels and xylem tracheids വഴി കാരണമാണ് എന്ത്, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് നടക്കുന്നത്. The roots of a plant have hair called root hairs. സോറി, ഇതറിയാണ്ട് 2 പ്രാവശ്യം കോപ്പി ആക്കണ്ട, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സൈലത്തിനെ പറ്റി മെയിൻ ആയിട്ട് എന്താ പഠിച്ചേ, സ്റ്റക്ക് ആവണേ. ഓക്കെ, സൈലത്തിനെ പറ്റി നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിന് ഫുഡ് വേണം, ഫുഡല്ല വാട്ടർ വേണം, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ വാട്ടർ ആരാ കൊണ്ടുകൊടുക്കണേ, സൈലമാണ്. ഇവർക്ക് വാട്ടർ മാത്രം പോരാ, അതിലൂടെ തന്നെ മിനറൽസ് വേണം. ഈ വാട്ടർ മിനറൽസ് ആരാ കൊണ്ടുവന്ന് കൊടുക്കണേ, സൈലമാണ്. ഇനി ഈ മിനറൽസ് വാട്ടറൊക്കെ എവിടെന്ന് അബ്സോർബ് ചെയ്യണേ, സോയിലിൽ നിന്നാണ്. ഈ സോയിലിൽ നിന്ന് വേരിയസ് പാർട്സിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും ആര്, സൈലം. The water minerals move from സൈലത്തിൽ 2 elements ആണ് വാട്ടർ മിനറൽസ് ക്യാരി ചെയ്യുന്നത്, സൈലം ടിഷ്യൂ, സൈലം വെസൽസും സൈലം ട്രക്കീഡ്സും. സൈലം വെസൽസും സൈലം ട്രക്കീഡ്സും ആണ് എന്ത്, ഇത് ക്യാരി ചെയ്യുന്നത്. The root hairs absorb water and minerals from the soil since these are directly. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് ഹെയർസ് ആണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്, ഡയറക്റ്റ് സോയിലായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട്. വാട്ടർ ഗെറ്റ്സ് ഇൻ ടു റൂട്ട് ഹെയർ ബൈ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ വഴിയാണ് റൂട്ട്സിലേക്ക് വെള്ളം കയറുന്നത്. These minerals and waters pass from cell to cell by osmosis through the okay. ഈ മിനറൽസും വാട്ടേഴ്സും സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓസ്മോസിസ് പ്രോസസ്സിലൂടെയാണ്. ത്രൂ ദ എപ്പിഡെർമിസ്, റൂട്ട്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്. അതൊന്നും വേണ്ട, പക്ഷെ ഇത് പറയണം. The minerals and water pass from cell to cell by the process of osmosis. Okay. The pressure at the top of the xylem vessel is lowered by the okay. ഇതിനെന്താ പറഞ്ഞ വെച്ചാൽ നമ്മുടെ സൈലത്തിന്റെ the pressure at the top of the xylem vessel is lowered, whereas the pressure at the bottom of the xylem vessels remains high. നമ്മുടെ സൈലത്തിന്റെ വെസൽസിന്റെ
അടിയില് ബോട്ടത്തിൽ എന്താ പ്രഷർ ഭയങ്കര ഹൈ ആണ്, കാരണം റൂട്ടിൽ നിന്ന് ടോപ്പ് വരെ എത്തണം. പക്ഷെ അതുകൊണ്ട് മുകളിൽ അധികം പ്രഷർ ആവശ്യമില്ല, കാരണം മുകളിൽ അധികം കൂടുതൽ മുകളിലേക്ക് പോകാനില്ല, അതുകൊണ്ട് അധികം പ്രഷർ ആവശ്യമില്ല. സോ ദ പ്രഷർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സൈലം വെസൽ ഇസ് ലോവേർഡ്, വേഴ്സ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സൈലം വെസൽസ് റിമെയിൻസ് ഹൈ. അപ്പൊ എന്താ പറയണേ, സൈലം വെസൽസിന്റെ ടോപ്പിലുള്ള പ്രഷർ ലോവേർഡ് ആണ് കമ്പയർഡ് ടു സൈലം വെസൽസിന്റെ ബോട്ടമിലുള്ളത്. കാരണം എന്താ, ബോട്ടമിൽ നിന്ന് വാട്ടർ അല്ലെങ്കിൽ മിനറൽസ് ഇത് മോൾ വരെ എത്തണം, അതുകൊണ്ട് നല്ല പ്രഷർ വേണം. ഡ്യൂ ടു ദിസ് പ്രഷർ ഗ്രേഡിയന്റ് ദ വാട്ടർ ഫ്ലോസ് അപ്പ് ദ സൈലം വെസൽസ് ഇൻ ടു ദ ലീവ്സ്. സോ ഈ ഒരു പ്രഷർ ഗ്രേഡിയന്റ് വഴിയാണ് വാട്ടർ സൈലം വെസൽസിൽ നിന്ന് ലീവ്സ് വരെ എന്ത് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ് വഴിയാണ്. ഇനി ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ലീവ്സ് ഓഫ് എ പ്ലാന്റ് ഇസ് കോൾഡ് ട്രാൻസ്പിറേഷൻ. എന്താണ് ട്രാൻസ്പിറേഷൻ? ലീവ്സ് ചെയ്യുന്ന വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോണ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. The pressure at the top of the xylem vessel in a plant is reduced due to transpiration. അപ്പൊ നമ്മ എന്താ പഠിച്ചേ, സൈലത്തില് ബോട്ടമില് പ്രഷർ ഭയങ്കര കൂടുതലാണ്, പക്ഷെ ടോപ്പില് വലിയ പ്രഷർ ഇല്ല. കാരണം എന്താ, ബോട്ടമിൽ നിന്ന് ടോപ്പ് എത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ബോട്ടമിൽ ഭയങ്കര പ്രഷർ ഉള്ളത്. ഈ ഒരു പ്രഷർ ഗ്രേഡിയന്റ് കാരണമാണ് എന്തുള്ളത്, വാട്ടർ അല്ലെങ്കിൽ മിനറൽസ് ബോട്ടമിൽ നിന്ന് ടോപ്പ് വരെ എത്തുന്നത്. ഇനി ഈ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയും ഇനിയും വെള്ളം വേണ്ടേ? അപ്പൊ ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോ വെള്ളത്തിന്റെ ഫ്ലോ നടക്കൂല. അപ്പൊ അതിനുവേണ്ടി ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ ട്രാൻസ്പിറേഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ലീവ്സിലൂടെ ഈ വാട്ടർ ഇവാപറേറ്റ് ആയി പോവുകയാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. The continuous evaporation of water or transpiration from cells of a leaves creates a suction which pulls up the നമുക്ക് മനസ്സിലായി, നമ്മൾ അതെല്ലാം പഠിച്ച് സൈലത്തിനെ പറ്റി നമ്മൾ ഫുൾ പഠിച്ച് സൈലം ഭയങ്കര ഈസിയാണ് അല്ലെ. ഇനി അടുത്തതാണ് നമ്മുടെ ഫ്ലോയം. ഈ സൈലത്തിന്റെ ഇതൊന്നും നോക്കിയേ, കണ്ട റൂട്ടിലുള്ള ഹെയർ മിനറൽസും വാട്ടേഴ്സും ഇതെല്ലാം അബ്സോർബ് ചെയ്ത് വെക്കും. ഇവിടെ അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കയറിപ്പോകും. ഇനി വെള്ളം കയറിപ്പോയി ഇവിടെ മുകളിൽ എല്ലായിടത്തും എത്തി, എല്ലായിടത്തും ആവശ്യമുള്ള ലീവ്സിലും സ്റ്റെമ്മിലും റൂട്ട്സ് എല്ലായിടത്തും എത്തി. എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടി ഇതെന്താ ചെയ്യണേ, ഈ ലീവ്സിൽ നിന്നൊക്കെ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകും. ഈ ഒരു പ്രോസസ്സിനെ എന്ത് പറയണേ, ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സൈക്കിൾ തന്നെ നടക്കണം. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്താണ് ഫ്ലോയം. ലീവ്സ് മേക്ക് ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോ. അപ്പൊ നമ്മുടെ പ്ലാന്റിൽ ലീവ്സ് എങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന് അറിയാല, ഫോട്ടോസിന്തസിസ് പ്രോസസ് വഴിയാണ്. ദിസ് ഫുഡ് ഇസ് ഇൻ ദ ഫോം ഓഫ് സിമ്പിൾ ഷുഗർ, ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിന്റെ ഫോമിലാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ട്രാൻസ്ലോക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നത്. ഈ ഫുഡ് ഇപ്പൊ ലീവ്സിൽ ഉണ്ടാക്കിയ ഫുഡ് വേറെ പാർട്സിലേക്കൊക്കെ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദിസ് ഫുഡ് നീഡ്സ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഓൾ പാർട്സ് ത്രൂ എ ട്യൂബ് കോൾഡ് ഫ്ലോയം. അപ്പൊ ഈ ഫ്ലോയത്തിലൂടെയാണ് ഈ ഒരു ലീവ്സിൽ ഉണ്ടാക്കിയ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഫ്രം ദ ലീവ്സ് ടു ഓൾ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ഇസ് കോൾഡ് ട്രാൻസ്ലോക്കേഷൻ. ലീവ്സിൽ ഉണ്ടാക്കിയ ഫുഡ് ബാക്കി എല്ലാ പാർട്സിൽ കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. ഫ്ലോയം ട്രാൻസ്ലോക്കേറ്റ്സ് ഫുഡ്സ് മെയ്ഡ് ഇൻ ദ ലീവ്സ്. അപ്പൊ ഫ്ലോയം ആണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്, ലീവ്സിൽ ഉണ്ടാക്കിയ ഫുഡ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. Movement of food material and hormones through phloem depends on the actions of living cells called seed tubes. Seed tubes depend ചെയ്താണ് മെയിനായിട്ട് ഈ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നത്. The movement of food in phloem takes place by the utilizing energy. അപ്പം ഈ ഫുഡിന്റെ മൂവ്മെന്റ് ഫ്ലോയത്തിൽ എങ്ങനെ നടക്കണേ, by utilizing energy അറിയാലോ. The energy from ATP is utilized to load and the food made in the leaves onto the phloem tube. അപ്പം ഈ എനർജി ATP നിന്നുള്ള എനർജി എന്താ, യൂട്ടിലൈസ് ചെയ്യാണ്. എന്തിനു വേണ്ടി, ഫുഡ് ലീവ്സിലുണ്ടാക്കിയ ഫുഡ് ഫ്ലോയത്തിലൂടെ ക്യാരി ചെയ്യാൻ വേണ്ടി ഈ ATP എനർജീസ് യൂസ് ചെയ്യണം. വാട്ടർ enters the seed tubes through osmosis due to its pressure rises in the phloem tissue. അപ്പൊ ഈ ഒരു സീഡ് ട്യൂബ്സിലൂടെ വാട്ടർ എൻ്റർ ചെയ്യും. അതുകൊണ്ട് എന്താ, ത്രൂ ഓസ്മോസിസ് ഡ്യൂ ടു വിച്ച് പ്രഷർ റൈസസ്, അതുകൊണ്ട് പ്രഷർ റൈസസ് ഇൻ ദ ഫ്ലോയം ടിഷ്യൂ. ദിസ് പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഫ്ലോയം മൂവ്സ് എ ഫുഡ് ടു ഓൾ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടന്ന പോലെ പ്രഷർ ഗ്രേഡിയന്റ് സിസ്റ്റം വരുമ്പോ എന്താ നടക്കണേ, ഇവിടെ this pressure gradient in the phloem moves the food to all parts of the plant having less pressure in the tissues. This allows the phloem to transport
ഫുഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ പ്ലാന്റ്. അപ്പൊ നീഡ് ഓഫ് ദ പ്ലാന്റ് അനുസരിച്ച് എന്താ ഫ്ലോയം ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ പാർട്സിലേക്ക്. അപ്പൊ അതാണ് ഫ്ലോയത്തിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ ഫ്ലോയത്തിന് നമ്മൾ എന്താ മെയിൻ ആയിട്ട് പഠിച്ചേ? ഇത്ര ഓർക്കാം, എന്താ ലീവ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യും ഫോട്ടോസിന്തസിസ് വഴി. ഈ ഫുഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റിൽ ആവശ്യമുണ്ട്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആരാ? ഫ്ലോയമാണ്. ഈ ഫ്ലോയമാണ് കൊണ്ടു കൊടുക്കണം. ഈ ഒരു പ്രോസസ്സിനാണ് ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. ദ ഫുഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഓൾ പാർട്സ് ത്രൂ എ ട്യൂബ് കോൾഡ് ഫ്ലോയം. ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഫ്രം ദ ലീവ്സ് ടു all other parts of plant is called translocation. What is translocation? എല്ലാ ക്വസ്റ്റ്യൻ വരും. ഫ്ലോയം ട്രാൻസ്ലോക്കേറ്റ്സ് ഫുഡ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മുടെ സീവ് ട്യൂബ്സ് ആണ്. ലൈക് മൂവ്മെന്റ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് ഹോർമോൺസ് ത്രൂ ഫ്ലോയം ഡിപെൻഡ്സ് ഓൺ ദ ആക്ഷൻസ് ഓഫ് സീവ് ട്യൂബ്സ്. സീവ് ട്യൂബ്സിന്റെ ആക്ഷൻസ് ഡിപെൻഡ് ചെയ്താണ് എന്ത് മൂവ്മെന്റ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് നടക്കുന്നത്. ആൻഡ് വാട്ടർ എൻറ്റേഴ്സ് ദ സീവ് ട്യൂബ്സ് ത്രൂ. ഈ വാട്ടർ സീവ് ട്യൂബ്സിൽ എൻ്റർ ചെയ്യും ത്രൂ ഓസ്മോസിസ് ഡ്യൂ ടു വിച്ച് ദ പ്രഷർ റൈസ്. അതുകൊണ്ട് എന്താ പ്രഷർ റൈസ് ചെയ്തിട്ട് ദ ഫ്ലോയം ടിഷ്യൂവിന് അവരുടെ ഫുഡ് ആവശ്യമുള്ള ലൈക് ദിസ് പ്രഷർ ഗ്രേഡിയൻ, ഈ ഒരു പ്രഷർ ഗ്രേഡിയൻ സിസ്റ്റം കാരണം the phloem moves the food to all parts of the plant having less pressure in their tissues. This allows the phloem to transport food according to the need of the plant. അങ്ങനെ നീഡ് ഓഫ് ദ പ്ലാന്റ് അനുസരിച്ച് എന്താ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇൻക്രീസ് ചെയ്യല്ലേ. ഇതുകൊണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ പാർട്ടി തീർന്നു. നമ്മുടെ ലൈഫ് പ്രോസസ്സിലെ ലാസ്റ്റ് പാർട്ടാണ് എന്ത്? എക്സ്ക്രീഷൻ. ആമാ, ഇന്നത്തെ വീഡിയോയില് എക്സ്ക്രീഷനെ പറ്റിയാണ് പഠിക്കാൻ പോണേ. സോ നമുക്ക് ഫുൾ പഠിക്കാം. എക്സ്ക്രീഷൻ ആയി കുറച്ചുള്ളൂ. അത് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് നല്ല ഡീപ്പായിട്ട് പഠിക്കാൻ പോകാം. ഓക്കെ, ദ എക്സ്ക്രീഷൻ. എന്താണ് എക്സ്ക്രീഷൻ? എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ദ ബയോളജിക്കൽ പ്രോസസ് വെർ ലിവിംഗ് ഓർഗാനിസം റിമൂവ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് അതർ ഹാർംഫുൾ സബ്സ്റ്റൻസ് ഫ്രം ദ ബോഡി. അപ്പൊ മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സും ആൻഡ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ലിവിംഗ് ഓർഗാനിസംസ് അവരുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണ ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് എന്ത് പറയണേ? എക്സ്ക്രീഷൻ. The biological process where living organisms remove metabolic waste products and other harmful substances from their bodies is known as excretion. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സ്ക്രീഷൻ, ഹ്യൂമൻ ബീങ്സിലെ എക്സ്ക്രീഷൻ എങ്ങനെയാണ് നടക്കണേ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ എക്സ്ക്രീഷൻ നടക്കാനായിട്ട് എന്തൊക്കെയുള്ളത് അതെല്ലാം നമുക്ക് നോക്കാം. എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. The excretory system of human beings include a pair of kidneys, a pair of ureters, a urinary bladder and a urethra. So നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, എക്സ്ക്രീഷൻ നടക്കാനുള്ള സിസ്റ്റം ഹ്യൂമൻ ബീങ്സിൽ ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് കിഡ്നി. 2 കിഡ്നി ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. എന്തിനു വേണ്ടി? എക്സ്ക്രീറ്ററി സിസ്റ്റം എക്സ്ക്രീഷൻ നടക്കാൻ വേണ്ടി. എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യൂറേറ്റേഴ്സ്, എ യൂറിനറി ബ്ലാഡർ ആൻഡ് എ യൂറേത്ര. ഇതാണ് നമ്മുടെ ഈ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. കിഡ്നീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിൻ, വൺ ഓൺ either സൈഡ് ഓഫ് ദ ബാക്ക് ബോൺ. കണ്ട, നമ്മുടെ കിഡ്നീസ് എവിടെ? അബ്ഡോമിനിലാണ് ഉള്ളത്. one on either side of the back. Backbone. Urine produced in the kidney passes through the ureters into the urinary bladder where it is stored until it is released through urethra. So നമ്മൾ ചെറുതായിട്ടൊന്ന് ആദ്യം തന്നെ പറയാണ്, കിഡ്നീസ് ആണ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യണേ. ഈ യൂറിൻ എന്താ ചെയ്യണേ? the urine produced in the kidney passes through ureters. So ഈ കാണുന്നതാണ് യൂറേറ്റേഴ്സ്. ഏതാ? ഈ കാണുന്നതാണ് യൂറേറ്റേഴ്സ്. യൂറേറ്റേഴ്സിൽ കൂടെ കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്ത യൂറിൻ യൂറിനറി ബ്ലാഡറിലേക്ക് വരെയാണ്. ആൻഡ് വേർ ഇറ്റ് ഇസ് സ്റ്റോർഡ് അണ്ടിൽ ഇറ്റ് ഇസ് റിലീസ് ത്രൂ യുറേത്ര. സോ നമ്മുടെ യൂറിൻ യുറേത്രയിലൂടെ റിലീസ് ചെയ്യണ വരെ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ തന്നെ കിടക്കും. സോ അത് തന്നെ എന്താ പറയണേ? The excretory system of human beings include pair of kidneys, a pair of ureters, urinary bladder and urethra. എന്നിട്ട് എന്താ ഇവരുടെ ഫംഗ്ഷൻ എന്നാണ് ആദ്യം പറയുന്നത്. യൂറിൻ പ്രൊഡ്യൂസ് ഇൻ ദ കിഡ്നീസ് പാസസ് ത്രൂ ദ യൂറേറ്റേഴ്സ്. കിഡ്നിയിൽ പ്രൊഡ്യൂസ് ആയ യൂറിൻ യൂറേറ്റേഴ്സുകളെ പാസ് ചെയ്ത് യൂറിനറി ബ്ലാഡറിൽ വന്ന് നിൽക്കും. വെർ ഇറ്റ് ഇസ് സ്റ്റോർഡ് അണ്ടിൽ ഇറ്റ് ഇസ് റിലീസ് ത്രൂ ദ യൂറേത്ര. യൂറേത്രയിൽ കൂടെ റിലീസ് ചെയ്യണനുസരിച്ച് എന്താ സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോഴും റിലീസ് ചെയ്യണേ അപ്പൊ അത് സ്റ്റോറിങ് റിലീസ് ആവും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി എന്തിനു വേണ്ടിയാണ് യൂറിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? The purpose of making urine is to filter out waste products from blood just as CO2. എന്താ മീൻസ് ഇത്? Just as CO2 is removed from the blood in the lungs, nitrogenous waste such as urea, uric acid are removed from blood in the kidneys. So lungs ൽ എന്താണ് നടന്നത്?
ലങ്സില് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയ ബ്ലഡ് റിമൂവ് ചെയ്യായിരുന്നു, അത് ഓക്സിനേറ്റഡ് ആക്കിയായിരുന്നു. അതുപോലെ തന്നെ ദ പേർപ്പസ് ഓഫ് മേക്കിംഗ് യൂറിൻ ടു ഫിൽട്ടർ ഔട്ട് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ബ്ലഡ്. ബ്ലഡിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് നൈട്രോജൻ സ്പേസ് സച്ച് ആസ് യൂറിയ അല്ലെ യൂറിക് ആസിഡ് ഇതെല്ലാം റിമൂവ് ചെയ്യാൻ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യണത്. മനസ്സിലായോ? The purpose of making urine is to filter out waste products from the blood, just as CO2 is removed from the blood in the lungs. Nitrogenous waste such as urea or uric acid are removed from the blood in the kidneys. ടെക്സ്റ്റിലുള്ള സെയിം പോയിന്റ്, എക്സാക്ട് സെയിം പോയിന്റ് ആണ്. സോ ടെക്സ്റ്റ് നോക്കിയിരുന്നു ആൻഡ് ഇത് വായിക്കാൻ അനുസരിച്ച് കേട്ടിരുന്നു. അപ്പൊ നമ്മ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, എന്തിനാണ് ഇത് വർക്ക് ചെയ്യണതെല്ലാം പഠിച്ചത്. ഇനി എന്തിനാ ഓക്കെ purpose of making urinum നമുക്ക് മനസ്സിലായി ഓൾമോസ്റ്റ്. It is then no surprise that the basic filtration unit in the kidney like in the lungs is a cluster of very thin walled blood. ഇനി ഇതിലൊരു സർപ്രൈസും ഇല്ല. എന്ത് ബേസിക് ഫിൽട്രേഷൻ യൂണിറ്റ് ഇൻ ദ കിഡ്നി ലങ്സിലുള്ള പോലെ തന്നെ ഒരു ക്ലസ്റ്റർ ഓഫ് തിൻ വോൾഡ് ബ്ലഡ് കാപ്പിലറീസ് ആണ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ കുറെ കൂട്ടം, കുറെ വര 5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ ഡോറടക്ക്. ഓക്കെ It is then no surprise that the basic filtration unit in kidney, like in the lungs, is a cluster of very thin blood capillaries. ലങ്സിലുള്ള പോലെ തന്നെ ലങ്സ് ഫിൽട്രേഷൻ യൂണിറ്റ് പോലെ തന്നെ തിൻ വോൾഡ് ക്ലസ്റ്റർ ബ്ലഡ് കാപ്പിലറീസ് ഉള്ള ഒരു ക്ലസ്റ്റർ ആണ് എന്ത് ഈ കിഡ്നീസിന്റെയും ഫിൽട്രേഷൻ യൂണിറ്റ്. Each capillary cluster in the kidney is associated with the cup-shaped end of a coiled tube called Bowman's capsule. Okay. ഈ ഓരോ ക്ലസ്റ്ററിനും ഓരോ എൻഡ് ഉണ്ട് കോൾഡ് ബോമൻസ് ക്യാപ്സ്യൂൾ. നമുക്ക് ഇത് മെയിൻ ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ഓവറോൾ ഒന്ന് മനസ്സിലാക്കാം. Each capillary cluster in the kidney is associated with the cup-shaped end of a coiled tube called Bowman's capsule that collects the filtrate. കണ്ട ഈ ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്ന ആരാ? ഒരു അരിപ്പയില്ലേ, അരിപ്പ പോലെ തന്നെയാണ് ഈ ബോമൻസ് ക്യാപ്സ്യൂൾ ആക്ട് ചെയ്യണേ. That collects the filtrates. Each kidney has large number of these filtration units called nephrons. So ഈച്ച് കിഡ്നി രണ്ട് കിഡ്നിയിലും ഇങ്ങനത്തെ നെഫ്രോൺസ് ഉണ്ട്, പാക്ഡ് ക്ലോസ് ടുഗദർ. സം സബ്സ്റ്റൻസ് ഇൻ ദ ഇനീഷ്യൽ ഫിൽട്രേറ്റ് സച്ച് ആസ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡ് സോൾട്ടും ആൻഡ് മേജർ എമൗണ്ട് ഓഫ് വാട്ടർ ഇതെല്ലാം സെലക്റ്റീവ്ലി റീഅബ്സോർബ്ഡ്. ഇതെല്ലാം സെലക്ട് ചെയ്ത് റീഅബ്സോർബ് ചെയ്യണം ആസ് ദ യൂറിൻ ഫ്ലോസ് അലോങ് ദ ട്യൂബ്. ഈ യൂറിൻ ഫ്ലോ ചെയ്യണനുസരിച്ച് ഇതെല്ലാം സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യണം. എന്തൊക്കെ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോൾട്ട്സ് ആൻഡ് മേജർ എമൗണ്ട് ഓഫ് വാട്ടർ. The amount of reabsorb the water depends on how much excess water there is in the body. ഇനി എന്തോരം യൂറിൻ കളയാണ്ടെന്ന് നോക്കിയിട്ടാണ് എന്ത് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത്. The urine forming in each kidney eventually enters a long tube, the ureters. ഈ കിഡ്നിയിൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ it enters a long tube, the ureter, which connects the kidneys with the urinary bladder. And ഈ കിഡ്നീസിന് യൂറിനറി ബ്ലാഡർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആരാ? യൂറേറ്റേഴ്സ് ആണ്. ഈ യൂറേറ്റേഴ്സ് ആണ് എന്ത് കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്ത യൂറിനറി ബ്ലാഡറിന് കൊണ്ടു കൊടുക്കുന്ന ആരാ? യൂറേറ്റേഴ്സ് ആണ്. ഈ യൂറേറ്റേഴ്സ് യൂറിനറി ബ്ലാഡറിന് കൊണ്ടു കൊടുക്കും. ആൻഡ് യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? യൂറിൻ റിലീസ് ചെയ്യണവരെയും ഹോൾഡ് ചെയ്യും. അതൊരു മസ്കുലർ ഓർഗൻ. യൂറിൻ സ്റ്റോർഡ് ഇൻ ദ യൂറിനറി ബ്ലാഡർ അണ്ടർ ദ പ്രഷർ ഓഫ് ദ until the pressure of the expanded bladder leads to the others to pass it out through the urethra. The bladder is muscular, so it is under nervous control as we have discussed also. So അതാണ് നമ്മുടെ എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. നാം ഇപ്പോ ഓവറോൾ ഒന്ന് പഠിച്ച് നമുക്കിനി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഞാൻ എന്താ പറഞ്ഞേ? ആദ്യം തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ള ഓർഗൻസ് പറഞ്ഞു എന്തൊക്കെയാണ്. കിഡ്നീസ്, പെയർ ഓഫ് കിഡ്നീസ്, യൂറേറ്റേഴ്സ്, യൂറേത്ര, യൂറിനറി ബ്ലാഡർ ഇതെല്ലാം പറഞ്ഞു. ഇനി ഈ ഷോർട്ടായിട്ട് ഒരെണ്ണം പറയാം. ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ യൂറിൻ എന്താണ് യൂറേറ്റേഴ്സിൽ കൂടെ യൂറിനറി ബ്ലാഡർ എത്തും. എന്നിട്ട് യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറേത്രയും കൊണ്ട് പാസ് ചെയ്ത് കളയും. യൂറിനറി ബ്ലാഡർ ഒരു മസ്കുലർ ഓർഗൻ ആണ്. അതിൻ്റെ അത് എത്ര നേരം വേണേലും ഒരു ലിമിറ്റ് വരെ പിടിച്ചു വെക്കും. സോ എന്തിനാണ് ഈ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യണേ? യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ആസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ലങ്സ്. അതെന്ന് സംബന്ധിച്ച ഹാർട്ട് കേസ് നമ്മൾ പഠിച്ചായിരുന്നു. അതിലെന്താ പറഞ്ഞേ? ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ്
ലങ്സിൽ പോവും. എന്തിനു വേണ്ടി? ഡീഓക്സിനേറ്റഡ്, കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്തിട്ട് ഓക്സിനേറ്റഡ് ആക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ഈ ബ്ലഡിൽ നിന്ന് ഹാംഫുൾ സബ്സ്റ്റൻസസ് ഉണ്ടല്ലോ, ലൈക്ക് മെറ്റബോളിക് വേസ്റ്റ്, ലൈക്ക് എന്താ പറയാ, നൈട്രോജനിയസ് വേസ്റ്റ് സച്ച് ആസ് യൂറിയ ഓർ യൂറിക് ആസിഡ്, ഇതെല്ലാം ബ്ലഡ് റിമൂവ് ചെയ്യണം കിഡ്നീസിൽ വെച്ച്. ബ്ലഡിൽ നിന്ന് യൂറിയയും യൂറിക് ആസിഡ് എല്ലാം കിഡ്നിയിൽ വെച്ച് റിമൂവ് ചെയ്യണം. ഈ പ്രോസസ്സിന് വേണ്ടിയാണ് ഇതാണ് മെയിൻ പർപ്പസ്, യൂറിൻ ക്രിയേഷൻ. എന്നിട്ട് ഇതെല്ലാം അതുപോലെ തന്നെ പഠിക്കണം ടെക്സ്റ്റിലുള്ള അതേ പോയിന്റ്സ് ആണ്, ഭയങ്കര ഈസി ആണ്. ഇറ്റ് ഇസ് ദെൻ നോ സപ്രസ് അറ്റ് ബേസിക് ഫിൽട്രേഷൻ. നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് ആര്? നെഫ്രോൺസ്. നെഫ്രോൺസ് ആണ് നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റ്. ലങ്സിലുള്ള പോലെ തന്നെ ക്ലസ്റ്റർ ഓഫ് വെരി തിൻ വോൾഡ് ബ്ലഡ് കാപ്പിലറീസ് ആണ്. കുറെ ക്ലസ്റ്റർ ആണ്. എന്ത്? കുറെ ക്ലസ്റ്റർ ഓഫ് വെരി തിൻ വോൾഡ് ബ്ലഡ് capillaries. Each capillary cluster in the kidney is associated with the cup-shaped end of a coiled tube called Bowman's capsule that collects the filtrate. Each capillary cluster, ഓരോ capillary cluster in the kidneys, അവർക്ക് ഒരു cup-shaped end ഉണ്ട് of a coiled tube called Bowman's capsule. അതിന്റെ അത് തന്നെ എന്താ പറയണേ? Bowman's capsule എന്ന് പറയണേ. That collects the filtrate. സോ കണ്ട, ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഈ ബോമൻസ് ക്യാപ്സ്യൂൾ വെച്ച് ഇത് ഫിൽട്ടർ ചെയ്തതെല്ലാം റീഅബ്സോർബ് ചെയ്യണം, സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യണം. എന്തൊക്കെയാണ് റീഅബ്സോർബ് ചെയ്യണേ? ഇനീഷ്യൽ ഫിൽട്രേറ്റ്സ് സച്ച് ആസ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോൾട്സ് ആൻഡ് മേജർ amount of water are selective. ഇതെല്ലാം സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യണം. The amount of water reabsorbed depends on how much excess water there is in the body and on how and water reabsorb ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്ത് എന്തനുസരിച്ചാ? നമ്മുടെ ബോഡിയിൽ എന്തോരം വാട്ടർ ബാക്കിയുണ്ടെന്ന് നോക്കിയിട്ടാണ് വാട്ടർ റീഅബ്സോർബ് ചെയ്യണേ. ആൻഡ് നമ്മൾ പഠിച്ചു വരുന്നത് യൂറിൻ ഫോമിങ് ഇൻ ഈച്ച് കിഡ്നി ഇവൻച്വലി എൻഡേഴ്സ് എലോങ് ടു ദ യൂറീറ്റസ്. ആൻഡ് കിഡ്നിയിൽ എന്താ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറീറ്റസിൽ കയറും. യൂറീറ്റസ് എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡറിനുണ്ടി കൊടുക്കും. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? അത് റിലീസ് ചെയ്യണവരെ ഹോൾഡ് ചെയ്യും. എന്നിട്ട് യൂറിറ്ററി കൂടെ റിലീസും ചെയ്യും. ഇതാണ് നമ്മുടെ എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ഈസി അല്ലേ? ഒരാഴ്ച മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടി. സിമ്പിൾ. ആദ്യം ഏതൊക്കെയാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് ഓർക്കുക, ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ഓർക്കുക. ആദ്യം ഷോർട്ടായിട്ട് പറയണം എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കണത്, എന്നിട്ട് എന്തിനു വേണ്ടിയാണ് നടക്കണേ എന്നെല്ലാം പറഞ്ഞ് ഇത് ഫുൾ പഠിക്കണം. കാരണം 5 മാർക്സിനായാലും 3 മാർക്സിനായാലും ഇത് എന്തായാലും വരും. ആൻഡ് ഡയഗ്രാം, നെഫ്രോണിന്റെ ഡയഗ്രാം, ഇതാണ് നെഫ്രോൺ ഫിൽട്രേഷൻ യൂണിറ്റ്. ഇതിന്റെ ഡയഗ്രാം ആയാലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും ഫോർ ഷുവർ. അപ്പൊ നമ്മ എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് പഠിച്ചത്. ഇനി അടുത്താണ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ എക്സ്ക്രീഷൻ എങ്ങനെയാണ്? Plants use completely different strategies for excretion than those of animals. Plants excretion completely different ആണ് animalsനേക്കാളും. Oxygen itself can be thought of a waste product generated during photosynthesis. So photosynthesisന്റെ ക്യാമറ ഓണാണോ നോക്കിയതാ. സോ എന്താ ഓക്സിജൻ തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ഒരു വേസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. We have discussed how plants deal with oxygen as well as CO2. അതെല്ലാം പഠിച്ചാൽ അതൊക്കെ വിടും. നമുക്ക് ആകെ ഇത്രയും പഠിച്ചാൽ മതി. Plants use completely different strategies for excretion than those of animals. Oxygen itself can be thought as a waste product generator. So oxygen തന്നെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഫോട്ടോസിന്തസിന്റെ. ഇത് തന്നെയാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത്. എക്സ്ക്രീഷൻ പ്ലാന്റ്സിനെ പറ്റി ചോദിച്ചാൽ ആ നേരം ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് എഴുതണം. പ്ലാന്റ്സ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യണേ. ഓക്സിജൻ തന്നെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആക്കി കൺസിഡർ ചെയ്യാം ഫോട്ടോസിന്തസിന്റെ കേസിൽ. ഇനി പ്ലാന്റ്സ് ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് എക്സസ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. സോ ട്രാൻസ്പിറേഷൻ എന്താ നമ്മൾ പഠിച്ചാർന്നേ? എന്താ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലീവ്സിൽ വാട്ടർ ഇവാപറേറ്റ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. They can get rid of excess water by transpiration. ഇങ്ങനെ പ്ലാന്റ്സിലുള്ള excess water എങ്ങനെ റിമൂവ് ചെയ്യാം? by transpiration. For other ways, plants use the fact that many of their tissues consist of dead cells. So, ഇനി other ways ഉണ്ട്. Plants use the fact that many of their tissue consists of dead cells and that they can even lose some parts such as leaves. So, just ഒന്ന് മനസ്സിലാക്കും, നമ്മുടെ ഒരു പ്ലാന്റിൽ കുറെ ലീവ്സ് ഉണ്ട്. ആൻഡ് ചില ലീവ്സിലൊക്കെ ഡെഡ് സെൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവണം, കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ്. സോ ഈ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ കുറെ അതർ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ആ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഏതിലൊരു ലീവ്സിൽ കൊണ്ടുവന്ന് ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും.
എന്നിട്ട് ആ ലീഫ് എന്താ ചെയ്യണം നോക്കാം. Okay, their tissues for the other ways, plants use the fact that many of their tissue consists of dead cells. Many of their tissues consist of dead cells, and that they can even lose them. And അതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇത് ലൂസ് ചെയ്യാം, പാർട്സ് സച്ച് ആസ് ലീവ്സ്. ഈ ലീവ്സ് ഒക്കെ കൊഴിഞ്ഞു വന്നിരിക്കുന്ന ലീവ്സിലൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റ് പ്രോഡക്ട്സ് കൊണ്ടുവന്ന് വെക്കാം. അതുകൊണ്ടെന്നാ ആ വേസ്റ്റ് അങ്ങനെ തന്നെ റിമൂവ് ആയി പോവാണ്. Many plants waste products are stored in cellular vacuoles. Cellular vacuolesലാണ് മെനി പ്ലാന്റ്സിന്റെ ഒക്കെ വേസ്റ്റ് സ്റ്റോർ ചെയ്യണം. വേസ്റ്റ് പ്രൊഡക്ട്സ് മേ ബി സ്റ്റോർഡ് ഇൻ ലീവ്സ് ദാറ്റ് ഫോൾ ഓഫ്. അപ്പൊ എന്താ വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നത് എവിടെ? ദ ലീവ്സ് ദാറ്റ് മേ ബി അബൌട്ട് ടു ഫോൾ ഓഫ്, അങ്ങനെ. Other waste products are stored as resins and gums, especially in old xylem. ഈ ഭയങ്കര വലിയ മരം, അങ്ങനെ ഭയങ്കര പഴയ മരമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം റെസിൻസും ഗംസ് ഒക്കെ ഇട്ട് ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് എന്താ സ്റ്റോർ ചെയ്യും അവര്. Plants also secrete some waste substance into the soil around them. And അവരുടെ ചുറ്റിനുള്ള സോയിലില് ഇവര് കുറച്ച് വേസ്റ്റ് എന്താ ചെയ്യണേ, എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോ ഓവറോൾ നോക്കി, ഇനി ഒരാശം മനസ്സിലാക്കാം. അപ്പൊ പ്ലാന്റ്സിൽ എന്താ കംപ്ലീറ്റ് ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ് എക്സ്ക്രീഷനുള്ളത്. ഓക്സിജൻ തന്നെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഫോട്ടോസിന്തസിന്റെ കേസിൽ. ഇനി ദ പ്ലാന്റ്സ് ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് എക്സസ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ വഴി ഗെറ്റ് റിഡ് ഓഫ് എക്സസ് വാട്ടർ എന്താ ഗെറ്റ് റിഡ് ചെയ്യാം. Other ways, plants use the fact that many of the tissue consist of dead cells. Dead cells that they can even lose some parts such as leaves. So കൊഴിയാമോണ ലീവ്സിൽ എന്താ ലീഫിൽ എന്താ ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുവെക്കും. Many plants waste products are stored in cellular vacuoles. Waste products may be stored in leaves that fall. So കൊഴിയാമോണ ലീവ്സ് എന്താ ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ഇവരെന്താ ഈ വേസ്റ്റ് ഇതിലൂടെ തന്നെ പോവുകയാണ്. Other waste products are stored as resins and gums. So നമ്മൾ വലിയ പഴയ മരങ്ങളൊക്കെ ഉണ്ടില്ലേ, അതിലൊക്കെ ഇങ്ങനെ റെസൈൻസും ഗംസ് ഒക്കെ ആയിട്ട് പിടിച്ചിരിക്കുന്നതെല്ലാം പ്ലാന്റ്സിന്റെ ഓരോ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. Plants also excrete some waste substance into the soil around. അവരുടെ ചുറ്റിനുള്ള അറൗണ്ടിലുള്ള സോയിലിലേക്കും അവർ കുറച്ച് എക്സ്ക്രീറ്റ് ചെയ്യും. സോ നമ്മുടെ എക്സ്ക്രീഷൻ പാർട്ടും തീർന്നു. ഒറ്റ സ്ട്രെച്ചിന് ഈ ഫുൾ വീഡിയോ തീർത്ത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇത് 4 പാർട്സ് ആക്കിയായിരുന്നു. അപ്പൊ പഠിക്കുക, ഫുൾ മാർക്സ് വാങ്ങിക്കുക, കമന്റ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.